ബ്രിങ്സ് ബാങ്ക് റോബറി. നമ്മൾ നെറ്റിൽ സെർച്ച് ചെയ്താൽ ഇതേ പേരിൽ 4 ബാങ്ക് റോബറി നടന്നതായിട്ട് കാണാം. 1950-ലും 81-ലും 83-ലും പിന്നെ 2008-ലും. ഈ വർഷങ്ങളിൽ ബ്രിങ്സ് എന്ന പേരുള്ള ബാങ്ക് കൊള്ളയടിച്ചിട്ടുണ്ട്. ഇതിൽ 3 ബാങ്ക് അമേരിക്കയിലും ഒരെണ്ണം UK-യിലുമാണ്. നമ്മൾ ഇന്ന് കാണുന്നത് 1950-കളിൽ അമേരിക്കയിലെ ബോസ്റ്റണിൽ നടന്ന ഒന്നാമത്തെ ബാങ്ക് റോബറിയുടെ കഥയാണ്. പല കാരണങ്ങൾ കൊണ്ടും ഈ റോബറിക്ക് ചില പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. അതിലൊന്ന്, അക്കാലത്ത് അമേരിക്കയിൽ നടന്നതിൽ വെച്ച് ഏറ്റവും വലിയ ബാങ്ക് റോബറി ആയിരുന്നു ഇത്. രണ്ടാമത്, ഇതൊരു പെർഫെക്റ്റ് ക്രൈം ആയിരുന്നു. ഇങ്ങനെ ഒരു റോബറി നടത്തുവാനായിട്ട് പദ്ധതിയിട്ടത് പ്രധാനമായിട്ടും 2 പേരാണ്. ഒരാളുടെ പേര് ജോസഫ് ബിഗ് ജോ മഗ്ഗിന്നസ്. അയാളാണ് ഈ പദ്ധതിക്ക് ആദ്യമായിട്ട് ആശയമിട്ടത്. പക്ഷേ ലോകത്തെ ഞെട്ടിച്ച ഈ കൊള്ളയുടെ ബുദ്ധികേന്ദ്രം അല്ലെങ്കിൽ തലേക്കല്ലൻ മറ്റൊരാളായിരുന്നു. അയാളുടെ പേര് ആന്റണി പിനോ. ഈ 2 പേരും ചേർന്ന് മറ്റ് 9 കുറ്റവാളികളെ കണ്ടെത്തി. അങ്ങനെ തങ്ങളുടെ സംഘം അവർ വിപുലമാക്കി. അവർ തിരഞ്ഞെടുത്ത ആ കുറ്റവാളികളുടെ പേരുകൾ ഇതാണ്: ജോസഫ് സ്പെക്സ് ഓഫ് കീഫ്, ഓക്കീഫ് എന്ന് ചുരുക്കി വിളിക്കും; അഡോൾഫ് ജാസ് മാഫി, തോമസ് ആൻഡി റിച്ചാർഡ്സൺ, വിൻസെൻ്റ് കോസ്റ്റ, മൈക്കൽ ഗീഗൻ, ഹെൻറി ബേക്കർ, ജെയിംസ് ഫാഹർട്ടി, ജോസഫ് ബാൻഫീൽഡ്, സ്റ്റാൻലി ഗുസിയോറ. അങ്ങനെ ആകെ മൊത്തം 11 പേരാണ് ഈ കൊള്ളയിൽ ഉൾപ്പെട്ടത്. അങ്ങനെ കരുതപ്പെടുന്നു. ഞാൻ ആ വാക്ക് വീണ്ടും ആവർത്തിക്കാം: കരുതപ്പെടുന്നു. എന്നാൽ അതിലും കൂടുതൽ ആളുകൾ ഈ റോബറിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അവരുടെ പേര് വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. ഒരേ ഒരു രാത്രിയുടെ അധ്വാനം. എന്നാൽ അതിനുവേണ്ടി അവർ ചെയ്ത മുന്നൊരുക്കങ്ങൾ വളരെ വലുതായിരുന്നു. വ്യക്തവും കൃത്യവുമായിട്ടുള്ളൊരു പ്ലാൻ മുൻകൂട്ടി തയ്യാറാക്കി അത് നടപ്പിലാക്കുവാനായിട്ട് കഠിനമായിട്ടുള്ള പരിശീലനം ചെയ്തു. അതിനുവേണ്ടി അവർ എടുത്തത് 1-2 ദിവസങ്ങളല്ല. ഈ റോബറി നടപ്പിലാക്കുവാൻ അവർ പഠിക്കുവാനും പരിശീലനം ചെയ്യുവാനും എടുത്ത സമയം കേട്ടാൽ നിങ്ങൾ ഞെട്ടും. ഏകദേശം 2 വർഷമാണ് ഇവർ അതിനു വേണ്ടിയിട്ട് ചെലവഴിച്ചത്. റോബറി, മറ്റുള്ളവരെ പറ്റിക്കൽ അല്ലെങ്കിൽ കോൺ ആക്ടിവിറ്റി, ഇതൊന്നും ഒരിക്കലും നല്ല കാര്യമല്ല. മനസാക്ഷി തൊട്ടു തീണ്ടാത്തവർക്ക് മാത്രമാണ് മറ്റുള്ളവരുടെ അധ്വാന ഫലം ആഗ്രഹിക്കുവാനായിട്ട് കഴിയൂ. എങ്കിലും റോബറികളുടെ കഥകളും കോൺമാന്മാരുടെ കഥകളും ജനങ്ങൾക്ക് ഒരു പരിധിവരെ ഇഷ്ടമാണ്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ തോന്നുന്നത്? ചുരുക്കി പറഞ്ഞാൽ, ഒരു റോബറിയോ പറ്റിക്കലോ ചെയ്യുവാനായിട്ട് മനസാക്ഷി ഇല്ലാത്തവർക്ക് മാത്രമാണ് കഴിയൂ. അവരോടൊരു വീരാരാധനയും പലർക്കും തോന്നാറുണ്ട്. അതിന് പിന്നിലെ മനഃശാസ്ത്രം എന്തായിരിക്കും? ഇപ്പോൾ ചിലർക്കൊരു തോന്നലുണ്ടായിരിക്കും, ഇവനെന്തൊരു പൊട്ടത്തരമാണ് പറയുന്നത്. കള്ളന്മാരുടെ ആരാധനയോ? മലയാളിട, മല്ലുട, ഇവിടെ ജനിച്ചതെല്ലാം ന്യൂട്ടൻഡ, അങ്ങനെയൊന്നും തോന്നില്ലട എന്നൊക്കെ. ഇങ്ങനെയൊക്കെ ചിലർ വിചാരിക്കുന്നത് എനിക്ക് കേൾക്കാം. അങ്ങനെയുള്ളവരെ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാം. ബണ്ടിച്ചോർ എന്ന കള്ളനെ കേരള പോലീസ് പിടിച്ചപ്പോൾ എന്തായിരുന്നു ഇവിടുത്തെ പുകില്? സകല മാധ്യമങ്ങളും ഒരു ഹീറോയെ പോലെയാണ് അവനെക്കുറിച്ച് എഴുതിയത്. അവനെ കാണുവാനായിട്ട് സ്കൂൾ കുട്ടികളടക്കം ക്യൂ നിന്നിരുന്നു. എന്നാൽ അവനെ പിടിച്ച കേരള പോലീസിനാവട്ടെ ആരും ഒരു വിലയും കൊടുത്തില്ല. ഇനി പറ, മലയാളിട, മല്ലുട, ഇവിടെ ജനിച്ചതെല്ലാം ന്യൂട്ടൻഡ എന്ന്. മറ്റൊരു കാര്യം കൂടി ചിന്തിക്കണം. കള്ളന്മാരെക്കാളും ബുദ്ധിയുള്ളവർ വേറെയുണ്ട്. അവരാണ് പോലീസ്. എന്നാൽ ഈ കേസിൽ FBI വരെ കുഴങ്ങിപ്പോയിരുന്നു. കാരണം അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ട് നടത്തിയൊരു റോബറി ആയിരുന്നു ഇത്. ഒരു പെർഫെക്റ്റ് ക്രൈം ചെയ്യുവാനായിട്ട് ആർക്കും കഴിയില്ല എന്ന് പറയുന്നവർ ഈ കഥയും ഒന്ന് കേൾക്കണം. ഇപ്പോൾ അടുത്ത ചോദ്യം നിങ്ങൾക്ക് തോന്നാം. തുടക്കത്തിൽ തന്നെ ഈ റോബറി ചെയ്ത 11 കുറ്റവാളികളുടെ പേര് ഞാൻ പറഞ്ഞു. അതിൻ്റെ അർത്ഥം അവർ അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്നും ഈ കേസ് സോൾവ് ആയി എന്നുമാണ്. പിന്നെ എങ്ങനെയാണ് ഇതൊരു പെർഫെക്റ്റ് ക്രൈം ആകുന്നത്? നിങ്ങൾ വിചാരിച്ചത് ശരിയാണ്. എന്നാലും ഇതൊരു പെർഫെക്റ്റ് ക്രൈമാണ്. കഥയിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾക്കും അത് മനസ്സിലാവും. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അതൊന്ന് പരിഗണിക്കണം. നിങ്ങളുടെ ലൈക്കുകളും കമൻറ്റുകളും ഹൈപ്പും ഒരു പിശുക്കും കൂടാതെ വാരിക്കോരി തരണം. വരൂ, നമുക്കൊന്ന് കൊള്ളയടിച്ചിട്ട് വരാം. ആദ്യമേ തന്നെ ഈ കുറ്റവാളികൾ ബാങ്കിലേക്ക് പ്രവേശിക്കുവാനുള്ള താക്കോലിൻ്റെ തനി പകർപ്പുകൾ സംഘടിപ്പിച്ചു. പിന്നെ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് സ്വന്തമായിട്ട് നിർമ്മിച്ചു. എങ്ങനെയാണ് അവർ ആ കീകൾ സംഘടിപ്പിച്ചത്? കീനോയും കൂട്ടരും അതിനുവേണ്ടി ചെയ്ത കാര്യം ഇതാണ്. ആദ്യം അവർ കെട്ടിടത്തിൻ്റെ ബ്ലൂ പ്രിൻ്റ് ജീവനക്കാരറിയാതെ മോഷ്ടിച്ച് അതിൻ്റെ ഒരു കോപ്പി എടുത്തു. എന്നിട്ടത് വീണ്ടും ഇരുന്ന സ്ഥലത്ത് തന്നെ വെച്ചു. അതിനുശേഷം വിശദമായിട്ട് ആ ബ്ലൂ പ്രിൻ്റ് പഠിച്ചു. കെട്ടിടത്തിൻ്റെ 2ാം നിലയിലാണ് പണം സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത്. എന്നാൽ അവിടെ എത്തുവാനായിട്ട് അവർക്ക് 4 ഡോറുകൾ കടന്നു പോകണം. ആ പ്രശ്നം പരിഹരിക്കുവാനായിട്ട് ബാങ്കിന് അവധിയുള്ള ദിവസങ്ങളിൽ പലപ്പോഴായിട്ട് രാത്രിയിൽ ആരും അറിയാതെ അവർ ബാങ്കിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചു. അങ്ങനെ ഒരു ദിവസം 1ാമത്തെ വാതിലിൻ്റെ ലോക്ക് അവർ സമർത്ഥമായിട്ട് അഴിച്ചു മാറ്റി. എന്നിട്ട് അന്ന് രാത്രിയിൽ തന്നെ ഒരു കൊല്ലൻ്റെ സഹായത്തോടെ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് കീ നിർമ്മിച്ചു. പുലരും മുൻപ് ആ ലോക്ക് പഴയതുപോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് കീ ഉപയോഗിച്ച് പൂട്ടിയ ശേഷം പുറത്തു കടന്നു. അതിനുശേഷം സമയവും കാലവും ഒത്തുവരുമ്പോൾ വീണ്ടും ഇതുപോലെ ചെയ്യും. 1ാമത്തെ വാതിൽ ഡ്യൂപ്ലിക്കേറ്റ് കീ ഉപയോഗിച്ച് തുറന്ന് 2ാമത്തെ വാതിലിൻ്റെ താഴെ അഴിച്ചു മാറ്റി അന്ന് തന്നെ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് കീ ഉണ്ടാക്കും. വീണ്ടും പഴയതുപോലെ വയ്ക്കും. അങ്ങനെ വർഷങ്ങൾ കൊണ്ട്
ബാങ്കിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന 4 ഡോറുകളുടെ 4 കീയും ഇവർ കൈവശമാക്കി. അതോടൊപ്പം ഓരോ ഡോറും തുറന്ന് അടുത്ത ഡോറും തുറന്ന് 4ാമത്തെ ഡോറും തുറക്കുവാനെടുക്കുന്ന സമയം വരെ കണക്കുകൂട്ടി. വളരെ മിടുക്കനായ ഒരു കൊല്ലപ്പണിക്കാരൻ ഇതിനിവരെ സഹായിച്ചിരുന്നു എന്ന് പറയുന്നു. എന്നാൽ അയാൾ ആരാണെന്ന് ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല. ഈ കുറ്റവാളികൾ വെളിപ്പെടുത്തിയിട്ടുമില്ല. ഈ ക്രൈമിലെ അൺസോൾവ്ഡ് മിസ്റ്ററികളിൽ ഒന്നാണിത്. ഞാൻ മേൽ പറഞ്ഞത് ഇവരുടെ കുറ്റസമ്മതമാണ്. എന്നാൽ അതിൽ ഒട്ടും ലോജിക്കില്ല. പലരും പറയുന്നത് ബാങ്കിൻ്റെ ഉള്ളിൽ ജോലി ചെയ്യുന്ന ആരോ ഇവരെ ഇതിനു വേണ്ടിയിട്ട് സഹായിച്ചിട്ടുണ്ട്. അയാളാണ് ബ്ലൂ പ്രിൻ്റും ലോക്കും കൈമാറിയത്. എന്നാൽ അയാൾ ആരാണെന്ന് ഇതുവരെ അറിയില്ല. ഇതും ഈ കേസിലെ അൺസോൾവ്ഡ് മിസ്റ്ററികളിൽ ഒന്നാണ്. അതിനുശേഷം അനുയോജ്യമായ സമയത്തിനു വേണ്ടി അവർ കാത്തിരുന്നു. സംഘത്തിലെ പ്രധാനിയായ ആന്റണി പിനോ ബാങ്കിന്റെ സ്കെഡ്യൂളുകൾ വളരെ കൃത്യമായിട്ട് പഠിച്ചു. രാത്രിയിൽ ബാങ്കിലെ ലൈറ്റുകൾ ഓണായിരിക്കുന്ന സമയത്ത് വിൻഡോകളിലൂടെ ബാങ്ക് സ്റ്റാഫുകൾ എന്താണ് ചെയ്യുന്നത് എന്നറിയുവാനായിട്ട് ബാങ്കിന് നേരെ എതിരെയുള്ള ഒരു കെട്ടിടത്തിൽ അവർ തങ്ങി. എന്നിട്ട് ബൈനോക്കുലറിലൂടെ അവരുടെ ചലനങ്ങൾ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചു. ഇതിനോടകം ബാങ്കിലെ വാണിംഗ് അലാങ്ങളെക്കുറിച്ച് ഓക്കീഫും ഗുസിയോറിയും വളരെ കൃത്യമായിട്ട് പഠിച്ചിരുന്നു. സ്റ്റാഫുകൾ ജോലി കഴിഞ്ഞ് പോകുന്ന സമയം ഏതാണെന്ന് അവർ മനസ്സിലാക്കി. അതേസമയം പ്രിൻസ് സ്ട്രീറ്റിലുള്ള ബ്രിങ്സ് ബാങ്കിന്റെ കെട്ടിടത്തിനെതിരെയുള്ള ബിൽഡിങ്ങിന്റെ മുറിയിൽ നിന്നുകൊണ്ട് കോസ്റ്റ എന്ന റോബർ ബാങ്കിന്റെ പരിസരം സദാസമയവും നിരീക്ഷിച്ചു. ഈ 2 വർഷത്തിനിടയിൽ 6 പ്രാവശ്യം ഇതേ ബാങ്ക് കൊള്ളയടിക്കുവാനായിട്ട് അവർ ശ്രമിച്ചിരുന്നു. പക്ഷേ ചില സാങ്കേതിക കാരണങ്ങളാൽ അതെല്ലാം അവസാന നിമിഷം മാറ്റിവെച്ചു. ഒടുവിൽ 7ാമത്തെ ശ്രമത്തിൽ അവരതിൽ വിജയിച്ചു. അന്ന് പിറന്നു വീണത് ലോകം കണ്ട ഏറ്റവും പ്രശസ്തമായൊരു ബാങ്ക് റോബറിയുടെ ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു കഥയാണ്. 1950 ജനുവരി 17 മസാച്യുസെറ്റ്സിലെ ബോസ്റ്റണിലാണ് 165 നമ്പർ പ്രിൻസ് സ്ട്രീറ്റ്. അവിടെയാണ് പ്രശസ്തമായിട്ടുള്ള ബ്രിങ്സ് ബാങ്ക് ഉള്ളത്. അന്നേ ദിവസം ബാങ്കിലെ ജോലിക്കാർ പതിവ് പോലെ ജോലിയും കഴിഞ്ഞ് പുറത്തേക്ക് മടങ്ങി. അതേ സമയത്ത് അവർ പോകുന്നതും നിരീക്ഷിച്ച് പിനോയും സംഘവും പുറത്ത് കാത്തു നിൽപ്പുണ്ടായിരുന്നു. സ്ഥിതിഗതികൾ തങ്ങൾക്ക് അനുകൂലമാണെന്ന് അവർ കണക്കുകൂട്ടി. തുടർന്ന് അവരിൽ 7 പേർ ബ്രിങ്സ് ആർമേഡ് കാർ കമ്പനിയുടെ ഗരാജിലേക്ക് ആരുടെയും കണ്ണിൽപ്പെടാതെ പ്രവേശിച്ചു. ബാങ്കിലെ ജോലിക്കാർ ധരിക്കുന്ന അതേ യൂണിഫോമാണ് ഇവരും ധരിച്ചത്. ഡ്രൈവർമാരുടെ തൊപ്പിയും നേവി പീക്കോട്ടും വരെ കിറുകൃത്യം. പിന്നെ അവർ തിടുക്കത്തിൽ റബ്ബർ കൊണ്ട് നിർമ്മിച്ച ഹാലോവിൻ മാസ്ക് കയ്യുറകൾ ധരിച്ചു. ഓരോ കൊള്ളക്കാരൻ്റെയും മുഖം ഹാലോവിൻ മാസ്കിന് പിന്നിൽ പൂർണ്ണമായിട്ടും മറഞ്ഞിരുന്നു. കാലടി ശബ്ദം കേൾക്കാതിരിക്കുവാനായിട്ട് റബ്ബർ സോൾഡ് ഷൂസുകളും അതിൽ ഒരാൾ ക്രോപ്പ് സോൾഡ് ഷൂസുമാണ് ധരിച്ചത്. ആ 7 പേരും വൈകുന്നേരം കൃത്യം 6:55 ആ കെട്ടിടത്തിലേക്ക് പ്രവേശിച്ചത്. അതേ സമയത്ത് ആന്റണി പിനോയും സംഘത്തിലെ ഡ്രൈവറായ ബാൻഫീൽഡും കവർച്ചയ്ക്ക് ശേഷം രക്ഷപ്പെടുവാനുള്ള ട്രക്ക് ബാങ്കിന് പുറത്ത് തയ്യാറാക്കി നിർത്തിയിരുന്നു. കെട്ടിടത്തിലേക്ക് പ്രവേശിച്ച അവർ നേരത്തെ നിർമ്മിച്ച കീകൾ ഉപയോഗിച്ച് വാതിലുകൾ ഒന്നൊന്നായിട്ട് തുറന്ന് നേരെ 2ാം നിലയിലെത്തി. ആരും തന്നെ ഇതിനിടയിൽ പരസ്പരം കാര്യമായിട്ട് സംസാരിച്ചില്ല. അവരുടെ കമ്മ്യൂണിക്കേഷനുകൾ 1-2 വാക്കിലും പിന്നെ ആംഗ്യത്തിലും മാത്രമായിട്ട് ഒതുങ്ങി. ബാങ്കിന്റെ സർവ്വ ഡീറ്റെയിലും കാണാപ്പാഠം പഠിച്ചതുപോലെ അത്ര കൃത്യതയോടെയാണ് അവരുടെ നീക്കങ്ങൾ. അതേസമയം ബാങ്കിലെ 2ാം നില വിജനമായിരുന്നില്ല. അവർ പ്രതീക്ഷിച്ചതുപോലെ അവിടെ ആ സമയം 5 ജീവനക്കാർ ജോലി ചെയ്യുന്നുണ്ട്. അന്ന് ബ്രിങ്സിൽ വന്ന ഉപഭോക്താക്കളിൽ നിന്നും ശേഖരിച്ച പണം എണ്ണി തിട്ടപ്പെടുത്തുകയും പിന്നെ അത് ലോക്കറിൽ എടുത്തു വയ്ക്കുകയുമാണ് അവരുടെ അവശേഷിക്കുന്ന ജോലി. അതിനു വേണ്ടിയിട്ട് അവർ നോട്ടുകൾ എണ്ണുകയാണ്. ആ സമയത്താണ് ഒരു മിന്നൽ പോലെ 7 കൊള്ളക്കാരും അവരുടെ നേർക്ക് പാഞ്ഞു വന്നത്. അപ്രതീക്ഷിതമായിട്ട് തങ്ങൾക്ക് നേരെ ചൂണ്ടപ്പെട്ട തോക്കുകൾ കണ്ട ജീവനക്കാർ സ്തംഭിച്ചു പോയി. തോക്കിൻ മുനയിൽ ബാങ്ക് ജീവനക്കാരെ അവർ തറയിൽ കിടത്തി. പിന്നെ കൈകൾ പുറകിൽ കെട്ടി ശബ്ദമുണ്ടാക്കാതിരിക്കുവാനായിട്ട് വായിൽ പശയുള്ള ടേപ്പ് ഒട്ടിച്ചു. ജീവനക്കാരുടെ കൈവശമുണ്ടായിരുന്ന 4ഓളം റിവോൾവറുകൾ നൊടിയിടയിൽ എടുത്തു മാറ്റി. പിന്നെ തിടുക്കത്തിൽ നോട്ട് കെട്ടുകൾ തങ്ങൾ കൊണ്ടുവന്ന ബാഗുകളിൽ കുത്തി നിറയ്ക്കുവാൻ തുടങ്ങി. ഇതിനിടയിൽ ജനറൽ ഇലക്ട്രിക് കമ്പനിയുടെ പണം അടങ്ങിയ ഒരു സേഫ്റ്റി മെറ്റൽ ബോക്സ് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. അവരിത് തുറക്കുവാനായിട്ട് ശ്രമിച്ചു. പക്ഷേ പരാജയപ്പെട്ടു. കാരണം അത്തരം ഒരു ബോക്സ് തുറക്കുവാൻ വേണ്ട ഉപകരണങ്ങളൊന്നും അവർ കൊണ്ടുവന്നിരുന്നില്ല. കയ്യിൽ തടഞ്ഞ കൊള്ള മുതലുകൾ ബാഗുകളിൽ അടുക്കി വെക്കുമ്പോഴാണ് വളരെ അപ്രതീക്ഷിതമായിട്ട് അതുണ്ടായത്. പ്രിൻസ് സ്ട്രീറ്റിലേക്ക് തുറക്കുന്ന ബാങ്കിലെ ഡോറിന്റെ ഭാഗത്തു നിന്നും ഉച്ചത്തിലൊരു ബസർ മുഴങ്ങി. അത് കേട്ട കവർച്ചക്കാർ ഒരു നിമിഷം സ്തംഭിച്ചു. അവർ വേഗം ഒരു ജീവനക്കാരന്റെ വായിൽ നിന്നും ടേപ്പ് വലിച്ചു പറിച്ചു. എന്നിട്ട് ഈ ബസർ ഇപ്പോൾ മുഴങ്ങുവാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു. ആരോ ബാങ്ക് വോൾട്ടിരിക്കുന്ന ഭാഗത്തേക്ക് വരുന്നുണ്ടെന്നും അതാണ് ബസർ മുഴങ്ങിയത് എന്നും അയാൾ പറഞ്ഞു. സത്യത്തിൽ ആ ബസർ മുഴങ്ങുവാനുള്ള കാരണം ബാങ്കിലെ ജീവനക്കാരനായ ഒരു ഗാരേജ് അറ്റൻഡർ ആയിരുന്നു. അവൻ 2ാം നിലയിലേക്ക് പ്രവേശിച്ചാൽ അവനെ പിടികൂടുവാനായിട്ട് 2 പേർ വാതിലിനോട് മറിഞ്ഞു നിന്നു. പക്ഷേ ഭാഗ്യത്തിന് ആ ഗാരേജ് അറ്റൻഡർ അകത്ത് കവർച്ച നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞില്ല. അയാൾ അവിടേക്ക് കയറാതെ മറ്റൊരു ദിശയിലേക്ക് നടന്നകന്നു. $12,18,211 പണവും $15,57,183 മൂല്യം വരുന്ന ചെക്കുകളും മണി ഓർഡറുകളും മറ്റ് സെക്യൂരിറ്റികളും അടങ്ങിയ ബാഗുകൾ വലിച്ചിഴച്ചുകൊണ്ട് 7:27 സംഭവ സ്ഥലത്തു നിന്നും അവർ പുറത്തേക്ക് കുതിച്ചു. അടുത്ത നിമിഷം പുറത്ത് തയ്യാറായി കിടന്ന വാഹനം തെരുവിലൂടെ കുതിച്ചു പാഞ്ഞു. വെറും 32 മിനിറ്റ് മാത്രമാണ് ഈ റോബറിക്ക് വേണ്ടിയിട്ട് കുറ്റവാളികൾ ചെലവഴിച്ചത്.
തൊട്ടു പിന്നാലെ ഒരു ഉദ്യോഗസ്ഥൻ ബോസ്റ്റൺ പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ ഫോണിൽ വിളിച്ച് കാര്യം അറിയിച്ചു. മിനിറ്റുകൾക്കുള്ളിൽ പോലീസ് സ്പ്രിങ്സിലെത്തി. FBI സ്പെഷ്യൽ ഏജന്റുമാരും അന്വേഷണത്തിൽ പങ്കുചേർന്നു. അന്വേഷണത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് അവർക്ക് കിട്ടിയത്. കൊള്ളക്കാർ കീഴടക്കി 5 ജീവനക്കാരെ ചോദ്യം ചെയ്തപ്പോൾ അവർ 7 പേരുണ്ടായിരുന്നുവെന്ന് മനസ്സിലായി. അത്രമാത്രം. ക്രൈം സീനിൽ നിന്നും ജീവനക്കാരെ ബന്ധിക്കുവാനായിട്ട് ഉപയോഗിച്ച കയറും വാട്ടർ പ്രൂഫ് ഗമ്മുള്ള ടേപ്പിന്റെ റോളും അതുപോലെ അവരിൽ ഒരാൾ ഉപേക്ഷിച്ച ഒരു ഡ്രൈവർ തൊപ്പിയും കണ്ടെത്തി. ജീവനക്കാരുടെ കൈവശം ഉണ്ടായിരുന്ന 4 റിവോൾവറുകൾ അവർ എടുത്തിട്ടുണ്ട്. ആ ആയുധങ്ങൾ ഏതാണെന്നും അതിന്റെ സീരിയൽ നമ്പറും FBI രേഖപ്പെടുത്തി. ഈ കവർച്ചയ്ക്ക് തൊട്ടു പിന്നാലെ ബോസ്റ്റൺ അധോലോകത്തിലാണ് പോലീസിന്റെ അന്വേഷണം എത്തിയത്. ബോസ്റ്റണിലെ അറിയപ്പെടുന്ന സകല ക്രിമിനലുകളെയും ചോദ്യം ചെയ്തു. തുടർന്ന് അന്വേഷണം ബോസ്റ്റണിൽ നിന്നും മറ്റ് നഗരങ്ങളിലേക്കും വ്യാപിച്ചു. ബാങ്കിൽ നിലവിൽ ജോലി ചെയ്യുന്നവരെയും മുൻപ് ജോലി ചെയ്തവരെയും FBI ചോദ്യം ചെയ്തു. പക്ഷേ കുറ്റവാളികളെക്കുറിച്ച് ഒരു സൂചനയും കിട്ടിയില്ല. അടുത്ത ദിവസത്തെ പത്രങ്ങളിൽ 1-ാം പേജിൽ ബ്രിങ്സ് ബാങ്ക് റോബറിയുടെ വാർത്തകൾ നിറഞ്ഞു. ഈ റോബറി അമേരിക്കയെ ഞെട്ടിച്ചുവെന്ന് പറയാം. കുറ്റവാളികളെ കണ്ടെത്തുവാനും അവരെ അറസ്റ്റ് ചെയ്യുവാനും കഴിയുന്ന വിവരങ്ങൾ നൽകുന്നവർക്ക് ബ്രിങ്സ് ഇൻകോർപ്പറേറ്റഡ് $1,00,000 പാരിതോഷികം വാഗ്ദാനം ചെയ്തു. കാരണം അക്കാലത്തെ ഏറ്റവും വലിയ ബാങ്ക് റോബറിയാണിത്. അതോ ലോകത്തിൽ ഈ വാർത്ത വലിയ ചർച്ചാ വിഷയമായി. നിരവധി ക്രിമിനൽ ഗ്യാങ്ങുകൾ പോലീസിന്റെ സംശയ പരിധിയിലായി. അന്വേഷണത്തിന്റെ പുരോഗതിയിൽ പോലീസിന് മറ്റൊരു സൂചന കൂടി കിട്ടി. കവർച്ച നടന്ന അതേ സമയത്ത് ഒരു 1949 മോഡൽ ഗ്രീൻ ഫോർഡ് സ്റ്റേക്ക് ബോഡി ട്രക്ക് ബാങ്കിനോട് ചേർന്ന് പാർക്ക് ചെയ്തത് താൻ കണ്ടുവെന്ന് ഒരാൾ പോലീസിനോട് പറഞ്ഞു. അതോടെ അന്വേഷണം ആ വാഹനത്തെ ചുറ്റിപ്പറ്റിയായി. അന്വേഷണത്തിന്റെ ആദ്യ ആഴ്ചകളിൽ FBI അവർക്ക് കിട്ടിയ തൊപ്പി, കയറ്, പശയുള്ള ടേപ്പ് എന്നിവ ഉപയോഗിച്ച് കുറ്റവാളികളെ കണ്ടെത്തുവാനുള്ള അനേകം ശ്രമങ്ങൾ നടത്തി. എന്നാൽ എല്ലാ ശ്രമങ്ങളും ദാരുണമായിട്ട് പരാജയപ്പെട്ടു. അപ്പോഴാണ് ഈ കേസിലേക്ക് നയിക്കുന്ന മറ്റൊരു ലീഡ് കിട്ടിയത്. 1950 ഫെബ്രുവരി 5-ന് മസാച്യുസെറ്റ്സിലെ സോമർവില്ലിൽ വെച്ച് ഒരു പോലീസ് ഓഫീസർക്ക് ഒരു റിവോൾവർ കിട്ടി. ആരോ വലിച്ചെറിഞ്ഞ നിലയിൽ കാണപ്പെട്ട ആ റിവോൾവർ ആദ്യമായിട്ട് കണ്ടത് സോമർവില്ലിലെ മിസ്റ്റിക് നദിയുടെ തീരത്ത് വെച്ച് ഏതാനും ആൺകുട്ടികളായിരുന്നു. അവർ വേഗം പോലീസിൽ വിവരം അറിയിച്ചു. തൊട്ടു പിന്നാലെ അതേ പ്രദേശത്തു നിന്നും മറ്റൊരു തുരുമ്പിച്ച റിവോൾവറും കണ്ടെടുത്തു. ഈ തോക്കുകൾ ബ്രിങ്സ് ബാങ്കിലെ ജീവനക്കാരുടെ കയ്യിൽ നിന്നും റോബേഴ്സ് പിടിച്ചെടുത്തതാണെന്ന് സീരിയൽ നമ്പർ ഉപയോഗിച്ച് മനസ്സിലാക്കി. കൂടുതൽ ആയുധങ്ങൾ കിട്ടുമോ എന്നറിയുവാനായിട്ട് അവർ ഡൈവർമാരെ വിളിച്ചു വരുത്തി. എന്നിട്ട് മിസ്റ്റിക് നദിയിൽ വിശദമായൊരു തിരച്ചിൽ നടത്തി. പക്ഷെ ഒന്നും കിട്ടിയില്ല. 1950 മാർച്ച് 4-നാണ് മറ്റൊരു ലീഡ് കിട്ടിയത്. അത് FBI തേടിക്കൊണ്ടിരുന്ന കവർച്ചക്കാരുടെ വാഹനമായിരുന്നു. ഒരു ഗാരേജിൽ നിന്നും അവർക്കൊരു ഇൻഫർമേഷൻ കിട്ടി. അവർ തേടിക്കൊണ്ടിരിക്കുന്ന വാഹനം മസാച്യുസെറ്റ്സിലെ സ്റ്റൗട്ടണിലെ ഒരു ഡംപിൽ പൊളിച്ച നിലയിലുണ്ട്. പോലീസ് വേഗം ആ ഡംപിലെത്തി. അവിടെ അവർ തേടിക്കൊണ്ടിരുന്ന 1949 മോഡൽ ഗ്രീൻ ഫോർഡ് സ്റ്റോക്ക് ബോഡി ട്രക്കിന് സമാനമായൊരു ട്രക്ക് കഷ്ണം കഷ്ണമാക്കിയ നിലയിൽ കിടന്നിരുന്നു. കുറ്റവാളികളാകട്ടെ തങ്ങൾ പിടിക്കപ്പെടാതിരിക്കുവാനായിട്ട് ഒരു അസറ്റിലീൻ ടോർച്ച് ഉപയോഗിച്ച് ആ ട്രക്കിനെ നിരവധി കഷ്ണങ്ങളാക്കി മുറിച്ചു മാറ്റിയിരുന്നു. അതും കൂടാതെ മോട്ടോർ പോലെയുള്ള ഭാഗങ്ങൾ തകർക്കുവാനായിട്ട് ഒരു സ്ലെഡ്ജ് ഹാമറും ഉപയോഗിച്ചു. ട്രക്കിന്റെ നിരവധി ഭാഗങ്ങൾ ഫൈബർ ബാഗുകളിൽ നിറച്ച നിലയിലാണ് കണ്ടെത്തിയത്. പിന്നീട് നടന്ന അന്വേഷണത്തിൽ ഈ ട്രക്ക് മുൻപ് മോഷണം പോയതാണെന്ന് മനസ്സിലായി. ട്രക്കിന്റെ ഉടമ അതേക്കുറിച്ച് പരാതിയും കൊടുത്തിരുന്നു. ഇവിടെയും FBI കാത്തിരുന്നത് നിരാശയാണ്. ഒരു തെളിവിൽ നിന്നും അടുത്ത തെളിവിലേക്ക് അവർ സഞ്ചരിച്ചു. അടുത്ത പടിയായിട്ട് ട്രക്കിന്റെ കഷ്ണങ്ങൾ ഒളിപ്പിച്ച ഫൈബർ ബാഗുകളെക്കുറിച്ച് അവർ അന്വേഷിച്ചു. അത് എവിടെ നിന്നുമാണ് വന്നത്? ആരാണ് വാങ്ങിയത്? അവരുടെ അന്വേഷണത്തിൽ തെക്കേ അമേരിക്കയിൽ നിന്നും കന്നുകാലികളുടെ എല്ലുകൾ കയറ്റി അയക്കാനായിട്ട് ഉപയോഗിക്കുന്ന ബാഗാണിതെന്ന് മനസ്സിലായി. ബാഗ് നിർമ്മാണ കമ്പനിയിൽ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് മസാച്യുസെറ്റ്സിലെ ഒരു ജലാറ്റിൻ നിർമ്മാണ കമ്പനിയിലേക്ക് അയച്ചതാണ് അവർ ആ ബാഗുകൾ. ജലാറ്റിൻ നിർമ്മാണ കമ്പനിയിൽ പോലീസ് എത്തി. അവരും കൈമലർത്തി. ആരാണ് ബാഗുകൾ കൊണ്ടുപോയതെന്ന യാതൊരു രേഖയും അവരുടെ കൈവശമില്ല. ചുരുക്കത്തിൽ പോലീസിന്റെ അന്വേഷണം ഇവിടെ വെച്ച് പൂർണ്ണമായിട്ടും വഴിമുട്ടി. ഇതിനിടയിൽ നിരവധി അജ്ഞാത വ്യക്തികളിൽ നിന്നും കുറ്റവാളികളെ തങ്ങൾക്കറിയാമെന്ന തരത്തിൽ നിരവധി കത്തുകൾ പോലീസിന് കിട്ടിയിരുന്നു. അന്വേഷണത്തിൽ അതെല്ലാം വ്യാജമാണെന്ന് തെളിഞ്ഞു. ചിലപ്പോൾ പോലീസിനെ വട്ടം ചുറ്റിക്കുവാനായിട്ട് ആരെങ്കിലും ചെയ്യുന്നതായിരിക്കും. കുറ്റവാളികൾ അപ്പോഴും കാണാമറിയത്ത് തന്നെയാണ്. 1952 ജനുവരി 17 റോബറി നടന്ന കൃത്യം 2 വർഷം കഴിഞ്ഞിരിക്കുന്നു. അന്ന് രാത്രി FBI ബോസ്റ്റൺ ഓഫീസിലേക്ക് ഒരു അജ്ഞാത വ്യക്തിയിൽ നിന്നും ഒരു ഫോൺ കോൾ വരികയാണ്. ഫോണിന്റെ മറുതലക്കിൽ ഉള്ളയാൾക്ക് പറയുവാനുണ്ടായിരുന്നത് ഞെട്ടിക്കുന്നൊരു കാര്യമായിരുന്നു. ബ്രിങ്സ് ബാങ്ക് കൊള്ളയടിച്ചത് ആരാണെന്ന് എനിക്ക് ചില സംശയങ്ങളുണ്ട്. അവരുടെ പേരുകൾ എഴുതിയ ഒരു കത്ത് ഞാൻ അയച്ചിട്ടുണ്ട്. നിശ്ചയമായിട്ടും ആ കത്തിലുള്ള ആരെങ്കിലും ഒരാൾക്ക് ഈ ക്രൈമുമായിട്ട് ബന്ധമുണ്ടായിരിക്കും. അതായിരുന്നു അജ്ഞാതന് പറയുവാനുണ്ടായിരുന്നത്. വൈകാതെ പോലീസിന് ആ കത്ത് കിട്ടി. കത്തിൽ അറിയപ്പെടുന്ന 9 കുറ്റവാളികളുടെ പേരുകൾ ഉണ്ടായിരുന്നു. ഈ ലിസ്റ്റ് പോലീസ് വളരെ ശ്രദ്ധാപൂർവം പരിശോധിച്ചു. അതിനുശേഷം FBI അതിൽ നിന്നും 8 പേരെ ഒഴിവാക്കി. കാരണം റോബറി നടന്ന സമയത്ത് അവരിൽ പലരും ജയിലിലോ അതുപോലെ മറ്റെവിടെയെങ്കിലുമോ ആയിരുന്നു. എന്നാൽ 9ാമത്തെ ആളെ അങ്ങനെ ഒഴിവാക്കുവാനായിട്ട് അവർക്ക് തോന്നിയില്ല.
കാരണം പോലീസിന് മുൻപ് തന്നെ അവനെ സംശയമുണ്ടായിരുന്നു. ലിസ്റ്റിൽ അവശേഷിച്ച ആ പേര് ആന്റണി പിനോ എന്നായിരുന്നു. മസാച്യുസെറ്റ്സിൽ നടന്ന നിരവധി വലിയ വലിയ റോബറികളിൽ മുഖ്യപ്രതിയായിരുന്നു ആന്റണി പിനോ. പോലീസിന്റെ നോട്ടപ്പുള്ളികളിൽ പ്രധാനി. പിനോ അധോലോകത്തിൽ അറിയപ്പെടുന്നത് ദി പെർഫെക്റ്റ് കേസ്മാൻ അല്ലെങ്കിൽ മികച്ച ആസൂത്രകൻ എന്ന പേരിലൊക്കെയാണ്. വൈകാതെ പോലീസ് പിനോയെ പിടികൂടി അയാളെ ചോദ്യം ചെയ്തു. ബാങ്ക് റോബറി നടന്ന ദിവസം പിനോ എവിടെയാണെന്ന് അവർ ചോദിച്ചു. അവർക്ക് നൽകുവാനായിട്ട് വളരെ മികച്ച ഒരു അലിബി അയാൾക്കുണ്ടായിരുന്നു. അന്ന് രാത്രി 7 മണി വരെ ബോസ്റ്റണിലെ റോക്സ്ബറിയിലുള്ള സ്വന്തം വീട്ടിലായിരുന്നു താനെന്നും അത് കഴിഞ്ഞ് വീടിനടുത്തുള്ള ജോസഫ് മഗ്ഗിന്നസ് എന്നയാളുടെ ബാറിലേക്ക് പോയെന്നും അവിടെ വെച്ച് ബാർ ഉടമയായ മഗ്ഗിന്നസുമായിട്ടും അതുപോലെ ബോസ്റ്റൺ സ്റ്റേഷനിൽ ഉള്ളൊരു പോലീസ് ഓഫീസറുമായിട്ട് സംസാരിച്ചിരുന്നു എന്നുമാണ് അയാൾ പറഞ്ഞത്. FBI പിനോ പറഞ്ഞത് സത്യമാണോ എന്ന് അന്വേഷിച്ചു. അത്ഭുതമെന്ന് പറയാം, ആ അലിബി കൃത്യമായിരുന്നു. ബോസ്റ്റൺ പോലീസ് സ്റ്റേഷനിലെ ഓഫീസർ വരെ അത് സമ്മതിച്ചു. ആ പോലീസുകാരൻ താൻ മിസ്റ്റർ മഗ്ഗിന്നസുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പിനോ അവിടേക്ക് എത്തിയെന്ന് പറഞ്ഞു. എന്നാൽ റോക്സ്ബറിയിലെ ആ ബാറിൽ നിന്നും ബ്രിങ്സ് ബാങ്കിലേക്ക് വെറും 15 മിനിറ്റിന്റെ ഉള്ളിൽ പിനോയ്ക്ക് എത്തുവാനായിട്ട് കഴിയും. അതിനുള്ള ദൂരമേ ഉള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ അന്ന് രാത്രി 7:30 ശേഷം പിനോയ്ക്ക് റോബറിയും കഴിഞ്ഞ് ബാറിൽ വന്ന് അവരുമായിട്ട് ഒന്നും അറിയാത്ത ഒരാളെ പോലെ സംസാരിക്കുവാനായിട്ട് കഴിയും. ഇതും FBI മനസ്സിലാക്കി. പക്ഷെ അതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. കാരണം അയാളെ അറസ്റ്റ് ചെയ്യുവാനുള്ള മറ്റ് യാതൊരു തെളിവും അവരുടെ കൈവശമില്ല. ബോസ്റ്റൺ അധോലോകത്തിലെ ഒരു പ്രധാന ക്രിമിനലായിരുന്നു ഈ കവർച്ച ആസൂത്രണം ചെയ്ത ജോസഫ് ബിഗ് ജോ മഗ്ഗിന്നസ്. മുൻപ് കവർച്ച, മയക്കുമരുന്നുമായിട്ട് ബന്ധപ്പെട്ട നിയമലംഘനങ്ങൾ അങ്ങനെ തുടങ്ങിയ കുറ്റങ്ങൾക്ക് അയാൾക്ക് ശിക്ഷ കിട്ടിയിരുന്നു. മാഫിയ ലോകത്തുള്ളവർ ഒന്നുപോലെ വിശ്വസിച്ചത് ബ്രിങ്സ് പോലെ ഒരു ബാങ്ക് ഇത്ര കൃത്യമായിട്ട് റോബറി ചെയ്യുവാനും അതിനുവേണ്ട പ്ലാനുകൾ തയ്യാറാക്കുവാനും കഴിവുള്ള ആളാണ് ഈ മഗ്ഗിന്നസ് എന്നാണ്. ഇക്കാര്യം പോലീസും അറിഞ്ഞു. അവർ അയാളെയും ചോദ്യം ചെയ്തു. മഗ്ഗിന്നസിനും അവർക്ക് കൊടുക്കുവാനായിട്ട് വളരെ ശക്തമായിട്ടുള്ള ഒരു അലിബി ഉണ്ടായിരുന്നു. അന്ന് വൈകിട്ട് 7 മണിക്ക് തൊട്ടു മുൻപ് അയാളും വീട് വിട്ടു പോവുകയും മടങ്ങി വരുമ്പോൾ ബോസ്റ്റൺ പോലീസ് സ്റ്റേഷനിലെ മറ്റൊരു ഉദ്യോഗസ്ഥനെ കണ്ടുമുട്ടുകയും അയാളോട് സംസാരിക്കുകയും ചെയ്തിരുന്നു. അയാൾക്ക് നേരെ വിരൽ ചൂണ്ടുവാനും പോലീസിന് തെളിവില്ല. ചുരുക്കത്തിൽ ഈ കേസിന്റെ ഇപ്പോഴുള്ള അവസ്ഥ ഇതാണ്. FBI മുൻപിൽ ന്യായമായിട്ടും സംശയിക്കാവുന്ന ഏതാനും കുറ്റവാളികളുടെ ലിസ്റ്റുണ്ട്. അവരൊക്കെ അവരുടെ കൺമുൻപിലൂടെ കയ്യും വീശി നടക്കുന്നുമുണ്ട്. പക്ഷേ അത് നോക്കി നിൽക്കുവാനല്ലാതെ മറ്റൊന്നും ചെയ്യുവാനായിട്ട് കഴിയില്ല. കാരണം തെളിവില്ല. ബ്രിങ്സ് റോബറിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും പോലീസ് സംശയിച്ച മറ്റ് 2 പേരായിരുന്നു ജോസഫ് ജെയിംസ് ഓക്കീഫും അതുപോലെ സ്റ്റാൻലി ആൽബർട്ട് ഗുസിയോറയും. ഇവരും അധോലോക ബന്ധങ്ങളുള്ളവരാണ്. ഓക്കീഫും ഗുസിയോറയും നിരവധി ക്രൈമുകൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. ഇരുവരും ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുമുണ്ട്. ഓക്കീഫിന് എന്തും ചെയ്യുവാനുള്ള ധൈര്യമുണ്ടായിരുന്നു. ഒരു മല ഇടിഞ്ഞ് വീണാലും അയാൾ കുലുങ്ങില്ല. ഓക്കീഫിന്റെ ഈ ധൈര്യം അധോലോകത്ത് വളരെ പ്രശസ്തമായിരുന്നു. ഈ ഗുസിയോറയും ഓക്കീഫും ബാങ്കിൽ കവർച്ച നടക്കും മുൻപ് പിനോയുമായിട്ട് അടുപ്പം പുലർത്തിയിരുന്നു. ഇക്കാര്യം അന്വേഷണത്തിൽ പോലീസിന് മനസ്സിലായി. ബോസ്റ്റൺ പോലീസ് അവരെയും നിരീക്ഷിച്ചു. തൊട്ടു പിന്നാലെ FBI ഏജന്റുമാർ അവരെ ചോദ്യം ചെയ്തു. പക്ഷേ മറ്റുള്ളവരെ പോലെ ഇവർക്ക് കൃത്യമായ ഒരു അലിബി ബോധ്യപ്പെടുത്തുവാനായിട്ട് പറ്റിയില്ല. 1950 ജനുവരി 17 രാത്രി 7 മണിക്ക് ബോസ്റ്റണിലെ തന്റെ ഹോട്ടൽ മുറിയിൽ നിന്നും താൻ പുറത്തേക്ക് പോയെന്നും ഒരു ബാറിൽ ഇരുന്ന് മദ്യപിച്ചു എന്നുമാണ് ഓക്കീഫ് പറഞ്ഞത്. അന്ന് വൈകുന്നേരം താനും മദ്യപിക്കുവാനായിട്ട് പോയെന്ന് ഗുസിയോറയും പറഞ്ഞു. മറ്റുള്ളവരെ പോലെ മൂന്നാമതൊരു സാക്ഷിയെ കാണിക്കുവാനായിട്ട് ഇവർക്ക് സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ അവരുടെ അലിബി അത്ര വിശ്വാസയോഗ്യമായിരുന്നില്ല. അതും കൂടാതെ ഇവരുടെ നേർക്കുള്ള സംശയം ഒന്നുകൂടി ഉറപ്പിക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. 1950 മാർച്ച് 4 സ്റ്റൗട്ടൺ എന്ന സ്ഥലത്ത് വേസ്റ്റുകൾ ഡംപ് ചെയ്യുന്നിടത്തു നിന്നുമാണ് കുറ്റവാളികൾ ഉപയോഗിച്ചു എന്ന് പോലീസ് സംശയിക്കുന്ന ട്രക്കിന്റെ അറുത്തുമാറ്റിയ കഷ്ണങ്ങൾ കണ്ടെത്തിയത്. ഈ സ്ഥലത്തിനോട് ചേർന്നാണ് ഓക്കീഫിന്റെയും ഗുസിയോറയുടെയും വീടുകൾ ഉള്ളത്. പോലീസ് നേരെ അവരുടെ വീടുകളിലെത്തി അരിച്ചുപെറുക്കി. പക്ഷേ വിചാരിച്ചതുപോലെ ഒരു തെളിവും കിട്ടിയില്ല. ട്രക്കിന്റെ കഷ്ണങ്ങളോ അത് കട്ട് ചെയ്യുവാനായിട്ട് ഉപയോഗിച്ച ടൂളുകളോ അതുപോലെ കൊള്ള മുതലോ അങ്ങനെ തുടങ്ങി ഒന്നും തന്നെ അവിടെ ഇല്ലായിരുന്നു. അങ്ങനെ ഇരിക്കെ 1950 ഏപ്രിൽ മാസത്തിൽ പോലീസിന് വീണ്ടും അജ്ഞാതനിൽ നിന്നും മറ്റൊരു ഇൻഫർമേഷൻ കിട്ടി. ബോസ്റ്റണിൽ ഓക്കീഫിന്റെ ഒരു ബന്ധു താമസിക്കുന്നുണ്ട്. അയാളുടെ വീട്ടിൽ ബ്രിങ്സ് ബാങ്കിൽ നിന്നും കൊള്ളയടിച്ച പണത്തിന്റെ ഒരു ഭാഗം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്നും നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കുവാനായിട്ട് പറ്റും. കൊള്ളക്കാരുടെ പിന്നാലെ പോലീസ് മാത്രമല്ല, വേറെയും ചില ആളുകൾ കൂടി സഞ്ചരിക്കുന്നുണ്ട്. അവരാണ് ഈ അജ്ഞാതർ. എന്നാൽ ഇന്നുവരെ ആ അജ്ഞാതർ ആരാണെന്ന് ഒരു പിടിയുമില്ല. ഒരു പക്ഷേ പ്രൈവറ്റ് ഡിറ്റക്റ്റീവുകളാവാം, അല്ലെങ്കിൽ ഇവരോട് ശത്രുതയുള്ള മറ്റ് മാഫിയ ഗ്രൂപ്പിലെ അംഗങ്ങളായിരിക്കാം, ആരുമാവാം. എങ്കിലും ഈ കേസിനെ കുറിച്ച് പഠിച്ച പല ഗവേഷകരും പറയുന്നത് ഏതെങ്കിലും മാഫിയ ഗ്രൂപ്പ് ആയിരിക്കും ഇതിന് പിന്നിലെന്നാണ്. ഈ ഇൻഫർമേഷൻ കിട്ടിയതിന്റെ തൊട്ടു പിന്നാലെ FBI ഒരു ഫെഡറൽ സെർച്ച് വാറന്റ് സംഘടിപ്പിച്ചു. അതുപയോഗിച്ച് ഓക്കീഫിന്റെ ബന്ധുവിന്റെ വീട് അവർ വളഞ്ഞു. ആ തിരച്ചിൽ വെറുതെ ആയില്ല. $100,000 ഈ ബന്ധുവിന്റെ വീട്ടിൽ ഒളിപ്പിച്ച നിലയിൽ കണ്ടെത്തി. എന്നാൽ അവിടെയും നിരാശയാണ് കാത്തിരുന്നത്. ആ വീട്ടിൽ നിന്നും കണ്ടെടുത്ത പണം ബാങ്കിൽ നിന്നും മോഷണം പോയതാണെന്ന് തെളിയിക്കുവാനായിട്ട് അവർക്ക് സാധിച്ചില്ല. ഇനി ഈ കേസിൽ അന്വേഷണം കൂടുതൽ കാര്യക്ഷമമായിട്ട് മുൻപോട്ട് പോകണമെങ്കിൽ സംശയിക്കപ്പെടുന്ന ആരെയെങ്കിലും അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യണം.
പക്ഷേ പോലീസിന് വെറുതെ ആരെയും അങ്ങനെ അറസ്റ്റ് ചെയ്യുവാനും കഴിയില്ല. നിയമം അതിനെതിരാണ്. അപ്പോഴാണ് അവർ കാത്തിരുന്ന ആ കാര്യം സംഭവിച്ചത്. 1950 ജൂൺ 12 പെൻസിൽവാനിയയിലെ ടൊവാണ്ടോയിൽ വെച്ച് ഓക്കീഫും ഗുസിയോറിയും അറസ്റ്റ് ചെയ്യപ്പെട്ടു. പെൻസിൽവാനിയയിലെ കെയ്ൻ, കൗഡർ സ്പോട്ട് എന്നിവിടങ്ങളിൽ അവർ മുൻപ് ഏതാനും റോബറികൾ നടത്തിയിരുന്നു. ആ സമയത്ത് അവർ ഉപയോഗിച്ച തോക്കുകളും വസ്ത്രങ്ങളും ഇവരുടെ കൈവശമുണ്ടെന്നൊരു ഇൻഫർമേഷൻ പോലീസിന് കിട്ടി. അതേ തുടർന്നായിരുന്നു അറസ്റ്റ്. ഈ കേസുകളിൽ 1950 സെപ്റ്റംബർ 8 ഓക്കീഫിന് 3 വർഷം തടവ് ശിക്ഷ കിട്ടി. അയാളെ ടൊവാണ്ടോയിലെ ബ്രാഡ്ഫോർഡ് കൗണ്ടി ജയിലിൽ അടച്ചു. ഒക്ടോബർ 11 ഗുസിയോറയെയും ശിക്ഷിച്ചു. ഇതിനിടയിൽ ബ്രിങ്സ് റോബറിയുമായിട്ട് ഇവർക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നറിയുവാനായിട്ട് FBI ഏജന്റുമാർ നിരവധി തവണ ജയിലിലെത്തി. ഇരുവരെയും ചോദ്യം ചെയ്തു. ഓക്കീഫും ഗുസിയോറയും ആവട്ടെ ആ ബാങ്ക് റോബറിയെക്കുറിച്ച് തങ്ങൾക്ക് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞു. ഇത്തരം സന്ദർശനങ്ങളിൽ വെച്ച് ഈ 2 കുറ്റവാളികളും പോലീസിന് യാതൊരു ബഹുമാനവും കൊടുത്തില്ല എന്ന് പറയപ്പെടുന്നു. ഒരുതരം അഹങ്കാരമായിരുന്നു അവരുടെ മുഖത്ത്. ഈ കേസിൽ പോലീസ് പ്രധാനമായിട്ടും ആശ്രയിച്ചത് അവരുടെ കണ്ടെത്തലുകളെ അല്ലായിരുന്നു, മറിച്ച് അധോലോകത്തുള്ളവരുടെ സംശയങ്ങളെ ആയിരുന്നു. പല മാഫിയ ഗ്രൂപ്പുകളും പരസ്പരം സംശയിച്ചു. അവരുടെ സംശയങ്ങളെ FBI പിന്തുടർന്നു. അതിൽ നിന്നുമാണ് പടിപടിയായിട്ട് കുറ്റവാളികളെ അവർ സമീപിച്ചത്. ഇതിനു വേണ്ടിയിട്ട് നിരവധി ആളുകൾ ചോദ്യം ചെയ്യപ്പെട്ടു. ജയിലിൽ കഴിയുന്ന ഓക്കീഫിനും ഗുസിയോറയ്ക്കും കേസ് നടത്തുവാനായിട്ട് ആവശ്യമായിട്ടുള്ള പണം നൽകിയത് സംഘത്തിലെ ഒരു അംഗമായ അഡോൾഫ് ജാസ് മാഫി ആയിരുന്നു. അതോടെ പോലീസിന്റെ സംശയം അയാളുടെ നേർക്കായി. അയാൾ എന്തിനങ്ങനെ ചെയ്യണം? ബാങ്ക് റോബറി നടന്ന ദിവസം മാഫി എവിടെയാണെന്ന് FBI ചോദ്യം ചെയ്തു. എന്നാൽ ആ ദിവസം താൻ എവിടെയാണെന്ന് കൃത്യമായിട്ട് ഓർക്കുന്നില്ല എന്നാണ് അഡോൾഫ് പറഞ്ഞത്. അതുപോലെ മറ്റൊരു അംഗമായ ഹെൻറി ബേക്കറും ചോദ്യം ചെയ്യപ്പെട്ടു. കവർച്ച നടന്ന ദിവസം 1950 ജനുവരി 17 വൈകുന്നേരം തന്റെ കുടുംബത്തോടൊപ്പം അത്താഴം കഴിച്ചുവെന്നും രാത്രി 7 മണിയോടെ വീട്ടിൽ നിന്നും ഇറങ്ങിയെന്നും ബേക്കർ പറഞ്ഞു. അത് കഴിഞ്ഞ് ഏകദേശം 2 മണിക്കൂർ സമയം ആ പ്രദേശത്ത് അയാൾ വെറുതെ ചുറ്റി നടന്നു അത്രേ. ഇതിനിടയിൽ ആരെയും കണ്ടുമുട്ടിയുമില്ല. എന്നാൽ റോബറി നടന്ന ആ രാത്രിയിൽ 7 മണിക്കും 9 മണിക്കും ഇടയിൽ അയാൾക്ക് ഇതിൽ പങ്കെടുക്കുവാനായിട്ട് കഴിയുമെന്ന് FBIക്ക് മനസ്സിലായി. സംശയിക്കപ്പെടുന്ന ലിസ്റ്റിലുള്ള മറ്റൊരു പ്രമുഖനായിരുന്നു ആന്റണി പിനോയുടെ അളിയനായ വിൻസെന്റ് ജെയിംസ് കോസ്റ്റ. അയാളും ചോദ്യം ചെയ്യപ്പെട്ടു. പോലീസിന് അയാൾ കൊടുത്ത അലിബി ഇതാണ്. അന്ന് വൈകിട്ട് ബോസ്റ്റണിലെ മോട്ടോർ ടെർമിനലിൽ 5 മണി വരെ താൻ ജോലി ചെയ്തു. എന്നിട്ട് വീട്ടിലേക്ക് അത്താഴം കഴിക്കുവാനായിട്ട് പോയി. ഏകദേശം 7 മണിക്ക് ശേഷം മടങ്ങിപ്പോയി. എന്നിട്ട് രാത്രി 9 മണി വരെ അവിടെ വീണ്ടും ജോലി ചെയ്തു. ഇവരുടെ എല്ലാം അലിബികൾക്ക് തമ്മിൽ വലിയൊരു പൊരുത്തമുണ്ടെന്ന് FBI മനസ്സിലാക്കി. വളരെ കൃത്യമായിട്ട് അന്നേ ദിവസം ആ സമയത്ത് തങ്ങൾ അവിടെ ഇല്ല എന്ന് വരുത്തി തീർക്കുവാനായിട്ട് ഇവർ ബോധപൂർവ്വം ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ ഇവരെല്ലാവരും റോബറി നടന്ന സമയത്ത് ബാങ്കിന്റെ പരിസര പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്നതാനും ഈ അലിബികളിൽ നിന്നും ഒരു കാര്യം അനുമാനിക്കാം. അതിതാണ്, അന്ന് രാത്രി 7 മണിയോടടുപ്പിച്ച് ഓക്കിഫ് താൻ തങ്ങിയിരുന്ന ഹോട്ടൽ വിട്ട് പുറത്തേക്ക് പോയി. അതിന് തെളിവുണ്ട്. അതുപോലെ 7 മണിക്ക് തൊട്ട് മുൻപായിട്ട് പിനോയും ബേക്കറും പുറത്തിറങ്ങിയെന്നും തെളിവുണ്ട്. രാത്രി 7 മണിക്ക് ശേഷമാണ് കോസ്റ്റ മോട്ടോർ ടെർമിനലിലേക്ക് രണ്ടാമതും ജോലിക്ക് പോയതെന്ന് പറയുന്നു. മറ്റുള്ളവർക്ക് അന്ന് വൈകുന്നേരം അവർ എന്താണ് ചെയ്തത് എന്ന കൃത്യമായ അലിബി കൊടുക്കുവാനായിട്ട് കഴിഞ്ഞില്ല എങ്കിലും അവരെല്ലാവരും ആ പരിസരത്ത് ആ സമയത്തുണ്ടായിരുന്നു. 6:55 റോബേഴ്സ് ബാങ്കിന്റെ ഉള്ളിൽ കടന്നുവെങ്കിലും ഏകദേശം 7:10 7:27 ഇടയിലാണ് മോഷണമുണ്ടായത്. അതിനു വേണ്ടിയിട്ട് അവർ ഒരേ സമയം പല ദിശകളിൽ നിന്നും വന്ന് ഒരേ സമയത്ത് ഒത്തുചേർന്നു. ഇതുമൂലം അവർക്ക് പല സ്ഥലങ്ങളിൽ വെച്ച് പല അലിബികൾ സൃഷ്ടിക്കുവാനായിട്ട് കഴിയും. എന്തായാലും FBI ഈ 11 പേരെയും പിടികൂടി കോടതിയിൽ ഹാജരാക്കി. 1952 നവംബർ 25 ബോസ്റ്റണിൽ വെച്ച് ഫെഡറൽ ഗ്രാൻഡ് ജൂറി ഈ കേസിന്റെ വാദം കേട്ടു. ഇവരാണ് കുറ്റവാളികളെന്ന് ഉറപ്പുണ്ടെങ്കിലും പോലീസിന്റെ അടുത്ത് ശക്തമായിട്ടുള്ള തെളിവൊന്നുമില്ല. എങ്കിലും അവർക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇത്രയും കാലം നിശബ്ദരായിരുന്ന ഏതെങ്കിലും സാക്ഷികൾ മുൻപോട്ട് വരുമായിരിക്കും. എന്നാൽ ആ പ്രതീക്ഷയും വിഫലമായി. ഇവിടെ വിജയം കള്ളന്മാർക്കായിരുന്നു. 1953 ജനുവരി 9 ഗ്രാൻഡ് ജൂറി വീണ്ടും വാദം കേട്ടു. ജനുവരി 16 കോടതി പുറത്തിറക്കിയ റിപ്പോർട്ട് FBIക്ക് വലിയൊരു അടിയായിരുന്നു. ബ്രിങ്സ് റോബറി ചെയ്തത് ഈ കുറ്റവാളികളാണെന്ന് തെളിവടക്കം സ്ഥാപിക്കുന്നതിൽ അവർ പരാജയപ്പെട്ടു എന്നാണ് കോടതി കണ്ടെത്തിയത്. മാത്രവുമല്ല, ദൃക്സാക്ഷികളുമില്ല. പോലീസ് കണ്ടെത്തിയ സാക്ഷികളാവട്ടെ അവസാന നിമിഷം കാലും മാറി. തങ്ങൾക്കെതിരെ തെളിവൊന്നുമില്ലെന്നറിഞ്ഞപ്പോൾ അവർക്കും ആശ്വാസമായി. എല്ലാവരും നിരുപാധികം മോചിപ്പിക്കപ്പെട്ടു. എന്നാൽ FBI ഇവരെ ചുറ്റിപ്പറ്റിയാണ് വീണ്ടും അന്വേഷണം മുൻപോട്ട് കൊണ്ടുപോയത്. കാരണം FBI മേധാവി J. എഡ്ഗർ ഹൂവറിനും കൂട്ടർക്കും ഇവരാണ് കുറ്റവാളികളെന്ന് നല്ല ഉറപ്പുണ്ടായിരുന്നു. തെളിവുകളും സാക്ഷികളും ഇല്ല എന്ന് മാത്രം. അതേസമയത്ത് മുൻപ് ചെയ്ത കുറ്റങ്ങളുടെ പേരിൽ ഓക്കീഫും ഗുസിയോറിയും അപ്പോഴും ജയിലിൽ കിടക്കുകയാണ്. ആ സമയത്താണ് പിനോയ്ക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടായത്. 1907 ഇറ്റലിയിലാണ് അയാൾ ജനിച്ചത്. അയാൾ ഒരു അമേരിക്കൻ പൗരനായിരുന്നില്ല, മറിച്ച് ഒരു അഭയാർത്ഥിയാണ്. മുൻപ് കുറ്റകൃത്യങ്ങളുടെ പേരിൽ അയാളെ നാട് കടത്തുവാനുള്ള ശ്രമങ്ങൾ നടന്നുവെങ്കിലും 1949 സെപ്റ്റംബറിൽ മസാച്യുസെറ്റ്സിലെ ആക്ടിംഗ് ഗവർണർ പിനോയ്ക്ക് മാപ്പ് നൽകിയിരുന്നു. അതുകൊണ്ട് മാത്രമാണ് അയാൾക്ക് ഇപ്പോഴും അമേരിക്കയിൽ തുടരുവാനായിട്ട് കഴിയുന്നത്. പക്ഷേ റോബറിയുമായിട്ട് ബന്ധപ്പെട്ട പിനോയുടെ പേര് ഉയർന്നു വന്നതിന് പിന്നാലെ അയാളെ നാട് കടത്തുവാനായിട്ട് ഗവൺമെൻറ് തീരുമാനിച്ചു.
അതിനുള്ള പേപ്പർ വർക്കുകൾ പുരോഗമിക്കുവാനായിട്ട് തുടങ്ങി. അതേ സമയത്ത് ഓക്കീഫും നിരവധി കേസുകളുടെ പിന്നാലെ ആയിരുന്നു. 1954 തുടക്കത്തിൽ ഓക്കീഫ് ജയിലിൽ നിന്ന് പുറത്തു വന്നു. $17,000 ബോണ്ടിന്റെ പുറത്തായിരുന്നു അയാളെ വിട്ടയച്ചത്. പക്ഷേ പരോൾ സമയത്ത് വീണ്ടും നിയമങ്ങൾ ലംഘിച്ചതുമൂലം ജയിലിൽ പോകേണ്ട അവസ്ഥ വീണ്ടും അയാൾക്ക് വരികയാണ്. ഇപ്പോൾ ഓക്കീഫ് വലിയൊരു കടക്കാരനാണ്. ജാമ്യത്തുക അയാൾ കടം വാങ്ങിയാണ് കെട്ടിയത്. അത് തിരിച്ചു കൊടുക്കണം. മാത്രവുമല്ല അയാളുടെ പേരിൽ വേറെയും നിരവധി കേസുകളുണ്ട്. അത് വാദിക്കുവാനായിട്ട് വേറെയും പണം വേണം. ഒടുവിൽ തൻ്റെ ഷെയർ നൽകുവാനായിട്ട് ആവശ്യപ്പെട്ട് ഓക്കീഫ് പിനോയെയും മറ്റുള്ളവരെ സമീപിച്ചു. എന്നാൽ അവർ പണം കൊടുക്കുവാനായിട്ട് തയ്യാറായില്ല. കാരണം ഈ കേസിന്റെ അന്വേഷണം ചൂട് പിടിച്ചു നിൽക്കുന്ന ഈ സമയത്ത് മോഷണം മുതൽ പുറത്തിറക്കിയാൽ പിടിക്കപ്പെടുമോ എന്ന പേടി എല്ലാവർക്കും ഉണ്ടായിരുന്നു. മാത്രവുമല്ല റോബറിക്ക് മുൻപ് എല്ലാവരും പരസ്പരം ഒരു വാക്ക് കൊടുത്തിരുന്നു. മോഷണം നടന്ന 6 വർഷം കഴിയാതെ കൊള്ള മുതൽ പങ്കുവയ്ക്കില്ല. അപ്പോഴേക്കും കേസൊന്ന് ആറി തണുക്കും. അതിനുശേഷമാണ് വീതം വയ്ക്കൂ, അല്ലെങ്കിൽ പിടിക്കപ്പെടുമെന്ന് അവർക്കറിയാം. എന്നാൽ ഓക്കീഫിനാവട്ടെ ഇപ്പോൾ അവരുടെ ന്യായവാദങ്ങളൊന്നും കേൾക്കുവാനായിട്ട് പറ്റിയ അവസ്ഥയല്ല. കാരണം അയാൾക്ക് പണത്തിന്റെ ആവശ്യമുണ്ട്. വെറും ആവശ്യമല്ല, അത്യാവശ്യമാണ്. അങ്ങനെ കൂട്ടുകാരുമായിട്ടുള്ള അയാളുടെ ബന്ധത്തിൽ വലിയൊരു വിള്ളൽ വീഴുകയാണ്. അങ്ങനെ ഇരിക്കെ ഓക്കീഫിനെ 1954 മാർച്ച് 4 മക്കിൻ കൗണ്ടിയിലെ സ്റ്റേറ്റ് കോടതി മറ്റൊരു പഴയ കേസിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി. കൂനിന്മേൽ കുരു എന്ന പോലെയായി കാര്യങ്ങൾ. അയാൾ അപ്പീൽ കൊടുത്തു. കോടതി അയാളെ $15,000 ബോണ്ടിന്റെ പുറത്ത് ജാമ്യത്തിൽ വിട്ടു. ഇതും കടം വാങ്ങിയിട്ടാണ് അയാൾ അടച്ചത്. അതോടൊപ്പം സംഘത്തിലെ മറ്റൊരു അംഗമായ ജാസ് മാഫിക്കെതിരെയും ഒരു കേസ് ഉയർന്നു വന്നു. അയാൾ ആദായ നികുതി വെട്ടിപ്പ് നടത്തി. അതിന് പിടിയിലുമായി. 1954 ജൂണിൽ ജാസ് മാഫിയെ 9 മാസത്തെ തടവിന് വിധിച്ചു. അതേസമയത്ത് ബോസ്റ്റൺ അണ്ടർവേൾഡിൽ പരക്കെ ഒരു സംസാരമുണ്ടായിരുന്നു. ജാസ് മാഫിയെയും മറ്റൊരു റോബറായ ബേക്കറിനെയും ഓക്കീഫ് നോട്ടമിട്ടിട്ടുണ്ട്. അവരെ ഇല്ലാതാക്കുവാനാണ് അയാളുടെ പദ്ധതി. അതിന് കാരണം ഈ 2 പേരും ചേർന്ന് ഓക്കീഫിന്റെ നല്ലൊരു തുക അടിച്ചു മാറ്റിയെന്ന് അയാൾ വിചാരിക്കുന്നു. ഈ ആരോപണത്തിൽ എത്രമാത്രം സത്യമുണ്ടെന്ന് ആർക്കും അറിയില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്. 1954 മാർച്ച് മാസത്തിൽ ഓക്കീഫ് ജയിലിൽ നിന്നും ബോസ്റ്റണിൽ വന്നതിന്റെ തൊട്ടു പിന്നാലെ മേൽപ്പറഞ്ഞ ബേക്കറും അയാളുടെ ഭാര്യയും അവധിക്കാലം ആഘോഷിക്കുവാനായിട്ട് ബോസ്റ്റൺ വിട്ടു. സംഘത്തിലെ മറ്റംഗങ്ങളോട് ഓക്കീഫ് തന്റെ വീതം വേണമെന്ന് നിരന്തരം ആവശ്യപ്പെടുവാനായിട്ട് തുടങ്ങി. അതേ സമയത്ത് ഓക്കീഫ് സാമ്പത്തിക ഞെരുക്കത്തിലാണെന്നും അയാൾ മറ്റുള്ളവരോട് പണം ആവശ്യപ്പെടുന്നുണ്ടെന്നും FBI നല്ല ഉറപ്പുണ്ടായിരുന്നു. ഇവരുടെ ഗ്യാങ്ങിൽ ഒരു വലിയ ഭിന്നത ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സത്യം ഒരു ചിത്രശലഭം പ്യൂപ്പയിൽ നിന്നും പുറത്തേക്ക് വരും പോലെ തനിയെ പുറത്തേക്ക് വരുമെന്ന് അവർ ഊഹിച്ചു. അതിനു വേണ്ടിയിട്ട് അല്പമൊന്ന് കാത്തിരുന്നാൽ മതി. ഓക്കീഫ് തന്നെ കൂട്ടുകാരെ ഒറ്റിക്കൊടുത്ത് ഈ കേസിൽ മാപ്പുസാക്ഷിയാവും. എന്നാൽ കാര്യങ്ങൾ ഇത്രയും വഷളായിട്ടും തൻ്റെ കൂട്ടുകാരെ അയാൾ ഒറ്റിക്കൊടുത്തില്ല. ഇത്രയും കാലം വരെ ഓക്കീഫിൻ്റെയും ഗുസിയോറയുടെയും കോടതി ചെലവുകൾ വഹിച്ചത് ഒരു ബോസ്റ്റൺ അധോലോക സംഘമായിരുന്നു. അവരുമായിട്ട് അയാൾ വീണ്ടും ബന്ധപ്പെട്ടു. ഒരിക്കൽ കൂടി പണം ആവശ്യപ്പെട്ടു. എന്നാൽ പണം കൊടുക്കുവാനായിട്ട് അവർ തയ്യാറായില്ല. കൂടാതെ മുൻപ് വാങ്ങിയ പണം എത്രയും വേഗം തിരിച്ചു തരണമെന്നും അവർ പറഞ്ഞു. അതോടെ രണ്ടും കൽപ്പിച്ച് ഓക്കീഫ് ഒരു കളി കളിച്ചു. 1954 മെയ് 18 ഓക്കീഫും അയാളുടെ അനുയായിയായ റാക്കറ്റിയറും ചേർന്ന് സംഘത്തിലെ വിൻസെന്റ് കോസ്റ്റയെ ഒരു ഹോട്ടൽ മുറിയിലേക്ക് വിളിച്ചു വരുത്തി. എന്നിട്ട് അവിടെ വെച്ച് അയാളെ തടവിലാക്കി. എന്നിട്ട് മറ്റുള്ളവരോട് അയാളെ മോചിപ്പിക്കണമെങ്കിൽ തനിക്ക് $1000 പണം വേണമെന്ന് ആവശ്യപ്പെട്ടു. ഗത്യന്തരമില്ലാതെ സംഘത്തിലെ മറ്റംഗങ്ങൾ ഒത്തുകൂടി ഓക്കീഫ് ആവശ്യപ്പെട്ട പണത്തിന്റെ ഒരു ചെറിയ ഭാഗം നൽകി. അങ്ങനെ കോസ്റ്റയെ മോചിപ്പിച്ചു. 1954 മെയ് 20 ഈ സംഭവം ഉണ്ടായത്. അതോടെ ഓക്കീഫ് മറ്റുള്ളവർക്ക് വലിയൊരു തലവേദനയായി. ഇയാൾ മൂലം തങ്ങൾ പിടിക്കപ്പെടുമെന്ന് അവർക്ക് മനസ്സിലായി. ഈ സംഭവത്തിന് തൊട്ടു പിന്നാലെ FBI കോസ്റ്റയെയും അയാളുടെ ഭാര്യയെയും അതുപോലെ പിനോയെയും അയാളുടെ ഭാര്യയെയും അതും കൂടാതെ ഓക്കീഫിനെയും അതുപോലെ മറ്റുള്ളവരെയും വീണ്ടും ചോദ്യം ചെയ്തു. അപ്പോഴും ബാങ്ക് റോബറിയെക്കുറിച്ച് തങ്ങൾക്ക് യാതൊരു അറിവുമില്ലെന്നും തങ്ങൾ നിരപരാധികളാണെന്നും അവർ വാദിച്ചു. എന്നാൽ ഈ ചോദ്യം ചെയ്യൽ അവരെ വീണ്ടും മംഗലാപ്പിലാക്കി. കാരണം FBI ഇപ്പോഴും ഈ കേസ് വിട്ടിട്ടില്ല. ക്രൈം നടന്ന 4 വർഷം കഴിഞ്ഞിട്ടും അവരുടെ സംശയം ഇപ്പോഴും തങ്ങളെയാണെന്നും അവർ ഞെട്ടലോടെ തിരിച്ചറിഞ്ഞു. അതിൻ്റെ കൂടെയാണ് ഓക്കീഫിൻ്റെ നിയന്ത്രണമില്ലാത്ത പെരുമാറ്റവും. അവസാനം ആന്റണി പിനോയും മറ്റുള്ളവരും ഒരു തീരുമാനത്തിലെത്തുകയാണ്. ഓക്കീഫിനെ ഇല്ലാതാക്കുക. 1954 ജൂൺ 5 അതിരാവിലെ മസാച്യുസെറ്റ്സിലെ ഡോർച്ചസ്റ്ററിലൂടെ തൻ്റെ കാറും ഓടിച്ചുകൊണ്ട് പോവുകയായിരുന്നു ഓക്കീഫ്. പെട്ടെന്ന് തൻ്റെ വാഹനം എടുത്തെറിയും പോലെ അയാൾക്ക് തോന്നി. അയാളുടെ കാറിൽ മറ്റൊരു വാഹനം ഇടിച്ചു കയറിയതായിരുന്നു അതിന് കാരണം. ഓക്കീഫിന് അപകടം മണത്തു. കാരണം അയാളൊരു ക്രിമിനലാണ്. അടുത്ത നിമിഷം ഓക്കീഫ് കാറിൻ്റെ ഉള്ളിൽ പരമാവധി കുനിഞ്ഞിരുന്നു. തൊട്ടു പിന്നാലെ ഏതാനും ആളുകൾ കാറിൽ നിന്നും ഇറങ്ങി വെടിവയ്പ് തുടങ്ങി. വെടിയുണ്ടകൾ വിൻഷീൽഡ് തുളച്ചു കയറിയെങ്കിലും ഓക്കീഫ് കഷ്ടിച്ച് രക്ഷപ്പെട്ടു. വളരെ കൃത്യമായിട്ട് ആസൂത്രണം ചെയ്തൊരു വധശ്രമമായിരുന്നു അത്. അയാൾക്ക് നേർക്കുണ്ടായ രണ്ടാമത്തെ വധശ്രമം 1954 ജൂൺ 14 അതായത് ഒന്നാമത്തെ വധശ്രമം ഉണ്ടായി വെറും 9 ദിവസം കഴിഞ്ഞപ്പോൾ. അന്ന് രാവിലെ ഓക്കീഫും സുഹൃത്തായ റാക്കറ്റിയറും സംഘത്തിലെ മറ്റൊരു അംഗമായ ഹെൻറി ബേക്കറിനെ കാണുവാനായിട്ട് വന്നു. അവർ തമ്മിൽ 1-2 പറഞ്ഞ് തർക്കമുണ്ടായി.
അടുത്ത നിമിഷം ബേക്കർ തൻ്റെ തോക്കെടുത്ത് ഓക്കീഫിനെ നിരവധി വട്ടം വെടിവെച്ചു. അയാളും തിരിച്ച് വെടിവെച്ചു. പക്ഷേ രണ്ടുപേരുടെയും വെടിയുണ്ടകൾ ലക്ഷ്യം കൊണ്ടില്ല. സംഭവ സ്ഥലത്തു നിന്നും ബേക്കർ ഒരു തരത്തിൽ ഓടി രക്ഷപ്പെട്ടു. ജൂൺ 16-ന്, അതായത് തൊട്ടടുത്ത ദിവസം അയാൾക്ക് നേരെ മൂന്നാമത്തെയും അവസാനത്തെയും വധശ്രമം നടന്നു. അന്ന് ഓക്കീഫിന് നേർക്ക് പാഞ്ഞത് 30-ലേറെ വെടിയുണ്ടകളായിരുന്നു. കൈത്തണ്ടയിലും നെഞ്ചിലും പരിക്കേറ്റു. പക്ഷെ അയാൾ ഇത്തവണയും രക്ഷപ്പെട്ടു. പോലീസിന് സംഭവ സ്ഥലത്തു നിന്നും ധാരാളം രക്തവും തകർന്ന ഒരു റിസ്റ്റ് വാച്ചും അതോടൊപ്പം .45 കാലിബർ പിസ്റ്റളും കിട്ടി. കൊലയാളിയുടെ ലക്ഷ്യം തെറ്റിയ 5 വെടിയുണ്ടകൾ അടുത്തുള്ള ഒരു കെട്ടിടത്തിൽ നിന്നും കണ്ടെത്തി. തൊട്ടു പിന്നാലെ ഓക്കീഫിന് നേർക്ക് വെടിവെച്ച ആളെയും FBI പിടികൂടി. അയാളുടെ പേര് എൽമർ ട്രിഗർ ബർക്ക എന്നാണ്. ബർക്ക ഒരു കോൺട്രാക്ട് കില്ലറും പ്രൊഫഷണൽ ഹിറ്റ്മാനുമായിരുന്നു. അയാളിൽ നിന്നും ഒരു മെഷീൻ ഗൺ പിടിച്ചെടുത്തു. അതേ തോക്ക് ഉപയോഗിച്ചാണ് വെടിവെച്ചത് എന്നും മനസ്സിലായി. ചോദ്യം ചെയ്യലിൽ ബർക്ക കുറ്റം സമ്മതിച്ചു. ആന്റണി പിനോ ആണ് ഓക്കീഫിനെ വധിക്കുവാനായിട്ട് തനിക്ക് കോൺട്രാക്ട് നൽകിയത്. ഇതിനോടകം സംഭവ സ്ഥലത്തു നിന്നും പരിക്കേറ്റ് എങ്ങനെയോ രക്ഷപ്പെട്ട ഓക്കീഫ് തൊട്ടു പിന്നാലെ ഒളിവിൽ പോയി. വൈകാതെ അയാളെ കണ്ടെത്തി അറസ്റ്റ് ചെയ്തു. തോക്ക് കൈവശം വെച്ചു എന്ന കുറ്റം ചുമത്തി പരോൾ നിയമം ലംഘിച്ചുവെന്ന് പറഞ്ഞ് അയാളെ 27 മാസം തടവിന് ശിക്ഷിച്ചു. ഇതിനോടകം 3 വധശ്രമങ്ങൾ ഉണ്ടായതുകൊണ്ട് ഓക്കീഫിനെ കൂടുതൽ സുരക്ഷയുള്ള ഹാംപ്ടൺ കൗണ്ടി ജയിലിലേക്കാണ് മാറ്റിയത്. ഇതിനിടയിൽ ഓക്കീഫിന്റെ സുഹൃത്തും അയാളുടെ സഹായിയുമായിട്ടുള്ള റാക്കറ്റിയർ നിഗൂഢമായിട്ട് അപ്രത്യക്ഷനായി. അയാളുടെ വാഹനം അയാളുടെ വീടിനടുത്തായിട്ട് കണ്ടെത്തി. റാക്കറ്റിയർ എങ്ങോട്ട് പോയെന്ന് ആർക്കും അറിയില്ല. പൊതുവെ അനുമാനിക്കുന്നത് റാക്കറ്റിയർ കൊല്ലപ്പെട്ടിരിക്കാമെന്നും ഗ്യാങ്ങിലെ മറ്റുള്ളവർ ആയിരിക്കും അതിന് പിന്നിലെന്നുമാണ്. ഇതിനോടകം ഗ്യാങ്ങിലെ പലരെയും വേറെ പല കുറ്റങ്ങളുടെ പേരിൽ പോലീസ് അറസ്റ്റ് ചെയ്തു. ഓക്കീഫിനെ പോലെ തന്നെയായിരുന്നു അവരും. ആരും ആരെയും ഒറ്റിക്കൊടുത്തില്ല. റോബറിയെക്കുറിച്ച് അവരോട് ചോദിച്ചപ്പോഴും തങ്ങൾക്ക് ഒന്നും അറിയില്ല എന്നവർ നിഷേധിച്ചു. ടീമിലെ അംഗവും ആംഡ് റോബറി വിദഗ്ധനുമായ ജെയിംസ് ഫാഹർട്ടിയെ മറ്റൊരു കേസിൽ അറസ്റ്റ് ചെയ്തു. എന്നാൽ റോബറിയുമായിട്ട് ബന്ധപ്പെട്ട അയാൾക്കെതിരെ തെളിവുകൾ ശേഖരിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. മുൻപ് ചെയ്ത കുറ്റങ്ങളുടെ പേരിൽ ജെയിംസ് ശിക്ഷിക്കപ്പെട്ടു. വൈകാതെ അയാൾക്ക് പരോൾ കിട്ടി. തൊട്ടു പിന്നാലെ പരോൾ നിയമം ലംഘിച്ചതിന് വീണ്ടും അകത്തായി. 1954 ഫെബ്രുവരിയിൽ ന്യൂ ഹാംഷെയറിൽ വെച്ച് സംഘത്തിലെ പ്രധാനിയായ മഗ്ഗിന്നസിനെ മറ്റു കുറ്റങ്ങൾക്ക് അറസ്റ്റ് ചെയ്തു. 55-ൽ സുപ്രീം കോടതി അയാളെ മോചിപ്പിച്ചു. ബ്രിങ്സ് റോബറിയിൽ പങ്കെടുത്ത അഡോൾഫ് മാഫി 1955 ജനുവരി 30-ന് ജയിൽ മോചിതനായി. മാഫി ജയിലിൽ നിന്നും പുറത്തിറങ്ങുന്നതിനും 2 ദിവസം മുൻപ് ഗ്യാങ്ങിലെ മറ്റൊരംഗമായ ജോസഫ് സിൽവസ്റ്റർ ബാൻഫീൽഡ് സ്വാഭാവികമായിട്ടുള്ള കാരണങ്ങളാൽ ജയിലിൽ വെച്ച് മരിച്ചു. ഈ ബാൻഫീൽഡായിരുന്നു അന്ന് ട്രക്ക് ഓടിച്ച ഡ്രൈവർ. അയാൾക്ക് അസാധാരണമായിട്ട് വാഹനം ഓടിക്കുവാനുള്ള കഴിവുണ്ടായിരുന്നു. റോബറി നടന്ന നിമിഷങ്ങൾക്കുള്ളിൽ ആ സ്ഥലത്തു നിന്നും രക്ഷപ്പെടുവാനായിട്ട് അയാൾ വഹിച്ച പങ്ക് വളരെ വലുതായിരുന്നു. ചുരുക്കത്തിൽ ക്രൈമിൽ പങ്കെടുത്ത എല്ലാവരെയും പോലീസ് പിടികൂടി ചോദ്യം ചെയ്തെങ്കിലും കുറ്റം തെളിയിക്കുവാനോ ഒളിപ്പിച്ച പണം കണ്ടെത്തുവാനോ കഴിഞ്ഞില്ല. ഇതിനോടകം കേസിനും മറ്റും അതുപോലെ ജാമ്യത്തിൽ ഇറങ്ങുവാനും അവർക്ക് വലിയൊരു തുക ചെലവാക്കേണ്ടി വന്നു. ഇവിടെയും ഇവർ ബുദ്ധിപൂർവ്വം കളിച്ചു. കൊള്ളയടിച്ച പണം പുറത്തിറക്കിയില്ല, മറിച്ച് കടം വാങ്ങിയാണ് കേസ് നടത്തിയത്. ഇതിനോടകം സംഘത്തിലെ അംഗങ്ങൾക്കിടയിൽ വലിയ അഭിപ്രായ ഭിന്നതയുണ്ടായി, പ്രത്യേകിച്ചും ഓക്കീഫിന്. അയാൾ ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടുവെന്ന് പോലീസിന് മനസ്സിലായി. കാരണം ജയിലിൽ കിടന്നുകൊണ്ട് മറ്റു കൂട്ടാളികൾക്ക് തന്നെ ജാമ്യത്തിൽ ഇറക്കണമെന്ന് ആവശ്യപ്പെട്ട അയാൾ നിരവധി കത്തുകൾ എഴുതിയിരുന്നു. ചിലതിൽ അപേക്ഷയും മറ്റു ചിലതിൽ ഭീഷണിയും ഉണ്ടായിരുന്നു. എന്നാൽ പിനോയും കൂട്ടരും ആ കത്തുകളെ ഗൗരവമായിട്ടെടുത്തില്ല. ജാമ്യത്തിൽ ഇറക്കാമെന്ന് പറയുന്നതല്ലാതെ അവരുടെ ഭാഗത്തു നിന്നും അതിനുവേണ്ട യാതൊരു നീക്കവും ഉണ്ടായില്ല. താൻ പറ്റിക്കപ്പെടുകയാണെന്ന് ഓക്കീഫ് തിരിച്ചറിഞ്ഞു. അയാൾ നിരാശനായി. ഇതാണ് പറ്റിയ അവസരമെന്ന് FBI മനസ്സിലാക്കി. സത്യം എന്ന ആ ചിത്രശലഭം പ്യൂപ്പയിൽ നിന്നും പുറത്തു വരുവാനുള്ള സമയമായിരിക്കുന്നു. കാരണം അയാൾ ആകെ അസ്വസ്ഥനാണ്. 3 തവണയാണ് പിനോ അയാളെ വധിക്കുവാനായിട്ട് ആളുകളെ അയച്ചത്. താൻ ജയിലിന് പുറത്തു വന്നാലും തൻ്റെ ജീവന് യാതൊരു ഗ്യാരണ്ടിയുമില്ലെന്ന് അയാൾ തിരിച്ചറിഞ്ഞു. പിനോ വീണ്ടും തന്നെ കൊല്ലുവാനായിട്ട് ആളെ അയക്കും. അയാളടക്കം മറ്റുള്ളവർ ഇപ്പോൾ ജാമ്യത്തിൽ പുറത്തുണ്ട്. താൻ ജയിലിൽ നിന്നും പുറത്തു വരുവാനായിട്ട് അവർ കാത്തിരിക്കുകയാണ്. ഓക്കീഫ് തൻ്റെ ദുരവസ്ഥയെക്കുറിച്ച് ശരിക്കും ആലോചിച്ചു. താൻ ജാമ്യം കിട്ടാതെ ജയിലിൽ കഴിയുന്നു. അതേ സമയത്ത് തൻ്റെ കൂട്ടാളികൾ പുറത്ത് സുന്ദരമായിട്ട് ജീവിതം ആഘോഷിക്കുന്നു. തന്നെ കൊല്ലുവാനായിട്ട് അവർ കാത്തിരിക്കുന്നു. അതൊരു ന്യായമായിട്ടുള്ള കാര്യമല്ല. 1955-ലെ ക്രിസ്മസ് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ FBI ഏജന്റുമാർ ഓക്കീഫിനെ ജയിലിൽ വന്ന് കണ്ട് സംസാരിച്ചു. ക്രമേണ അവർ അയാളുടെ വിശ്വാസം നേടിയെടുത്തു. അതും കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞു. 1956 ജനുവരി 6-ാം തീയതി വൈകുന്നേരം 4:20-ന് ഓക്കീഫ് ഉറച്ച ഒരു തീരുമാനമെടുത്തു. തൻ്റെ മുൻപിലായിട്ടിരിക്കുന്ന 2 FBI ഏജന്റുമാരോട് അയാൾ ഇങ്ങനെ ചോദിച്ചു: ബ്രിങ്സ് റോബറിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടത്? ചോദിച്ചോളൂ. ഇതായിരുന്നു പോലീസ് കാത്തിരുന്ന നിമിഷം. അതിനുശേഷം അയാൾ കുറ്റസമ്മതം നടത്തി. ഇതിനോടകം FBI-ക്ക് കേസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഏകദേശ ധാരണ ഉണ്ടായിരുന്നു. കാരണം 6 വർഷം നീണ്ടുപോയൊരു അന്വേഷണമാണിത്. എങ്കിലും അവരുടെ കണ്ടെത്തലുകളിൽ പൊരുത്തപ്പെടാത്ത ചില ഭാഗങ്ങളും ഉണ്ടായിരുന്നു. ഓക്കീഫിൻ്റെ കുറ്റസമ്മതം അത് ഇല്ലാതെയാക്കി. ഒരു പെർഫെക്റ്റ് ക്രൈമിൻ്റെ സമസ്യ അങ്ങനെ ചുരുളഴിഞ്ഞു. തൊട്ടു പിന്നാലെ ബേക്കർ, കോസ്റ്റ, ഗീഗൻ, മാഫി, മഗ്ഗിന്നസ്, പിനോ
അങ്ങനെ തുടങ്ങി 6 പേരെ അറസ്റ്റ് ചെയ്ത് തടവിലാക്കി. ഓക്കീഫും ഗുസിയോറയും ഓൾറെഡി ജയിലിലുണ്ട്. 9ാമത്തെ ആളായ ബാൻഫീൽഡ് ജയിലിൽ വെച്ച് മരിച്ചിരുന്നു. ഇനി അവശേഷിക്കുന്നത് ജെയിംസ് ഫാഹർട്ടിയും തോമസ് റിച്ചാർഡ്സണുമാണ്. അവരാകട്ടെ ഒളിവിൽ പോയി. FBI ഇവരെ പിടികിട്ടാപ്പുള്ളികളായിട്ട് പ്രഖ്യാപിച്ച് നോട്ടീസ് ഇറക്കി. ടോപ്പ് 10 മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിൽ ഇവരെ ഉൾപ്പെടുത്തി. അതിനു പിന്നാലെ അവർ അറസ്റ്റിലുമായി. ഓക്കീഫ് കേസിൽ മാപ്പുസാക്ഷിയായി. 1956 ജനുവരി 18-ന് ബ്രിങ്സ് ബാങ്ക് റോബറി ചെയ്തത് തങ്ങളാണെന്ന് അയാൾ കോടതിയിൽ സമ്മതിച്ചു. അവർ പണമായിട്ട് കൊള്ളയടിച്ച $12 ലക്ഷം എവിടെയാണെന്ന് പറയുവാൻ ഓക്കീഫിന് കഴിഞ്ഞില്ല. കാരണം ആ പണം മറ്റുള്ളവർ എവിടെയാണ് ഒളിപ്പിച്ചതെന്ന് അയാൾക്കും അറിയില്ലായിരുന്നു. എത്ര ചോദ്യം ചെയ്തിട്ടും മറ്റുള്ളവരും പണമുള്ള സ്ഥലം വെളിപ്പെടുത്തുവാനായിട്ട് തയ്യാറായില്ല. അവരിൽ പലർക്കും അതേക്കുറിച്ച് അറിയില്ല എന്നതായിരുന്നു സത്യം. മോഷണം പോയ പണവും ചെക്കുകളും സെക്യൂരിറ്റികളും ഒരു മിസ്റ്ററി ആയിട്ട് അവശേഷിച്ചു. അങ്ങനെയിരിക്കെ 1956 ജൂൺ മാസത്തിന്റെ തുടക്കത്തിൽ വളരെ അപ്രതീക്ഷിതമായിട്ടൊരു സംഭവം ഉണ്ടായി. ഒരു അമ്യൂസ്മെന്റ് പാർക്കിലെ ജോലിക്കാരന് അപരിചിതനായിട്ടുള്ളൊരു വ്യക്തി $10 നോട്ട് കൈമാറി. പൂപ്പലും മറ്റും പിടിച്ച് വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ആ നോട്ട്. ഈ ജോലിക്കാരന് ഇതൊരു കള്ളനോട്ടാണോ എന്നൊരു സംശയം തോന്നി. അയാൾ വേഗം ഒരു പോലീസുകാരനെ സമീപിച്ച് കാര്യം പറഞ്ഞു. അതിനു മുൻപായിട്ട് അയാൾ ഒരു കാര്യം ചെയ്തിരുന്നു. അയാൾക്ക് നോട്ട് കൈമാറിയ ആളെ ഈ ജോലിക്കാരൻ ഒരു ഡിറ്റക്റ്റീവിനെ പോലെ പിന്തുടർന്നു. അടുത്തുള്ള ഒരു ലോഡ്ജിലേക്കാണ് അയാൾ പോയതെന്ന് ഈ ജോലിക്കാരൻ കണ്ടുപിടിച്ചു. ഈ പോലീസുകാരനും ജോലിക്കാരനും കൂടി വേഗം ലോഡ്ജിലേക്ക് പുറപ്പെട്ടു. അവിടെ വെച്ച് അയാളെ പിടികൂടി. അയാൾ ചെറിയൊരു കുറ്റവാളിയും അതുപോലെ ഒരു കൽപ്പണിക്കാരനുമായിരുന്നു. ചോദ്യം ചെയ്യുന്നതിനിടെ ഈ കൽപ്പണിക്കാരൻ തന്റെ പോക്കറ്റിൽ കൈയിട്ട് എന്തോ എടുത്ത് തന്റെ കയ്യിലിരുന്ന മഴക്കോട്ട് കൊണ്ട് മറച്ചു. അതേ സമയത്ത് വേറെ 2 പോലീസുകാർ സമീപത്തുകൂടി നടന്നു പോകുന്നുണ്ടായിരുന്നു. അവരിൽ ഒരാൾ കൽപ്പണിക്കാരൻ്റെ ഈ പ്രവൃത്തി കണ്ടു. അയാൾ മുൻപോട്ട് വന്ന് കുറ്റവാളിയുടെ കയ്യിൽ പിടികൂടി. അപ്പോൾ ചുരുട്ടി വെച്ചിരിക്കുന്ന $1 കെട്ട് നേരെ താഴേക്ക് വീണു. അയാളെ വേഗം അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ എത്തിച്ച് വിശദമായിട്ട് പരിശോധിച്ചു. അയാളുടെ കൈവശം $1000 കൂടുതൽ പണം ഉണ്ടായിരുന്നു. അതിൽ $860 പഴകി പൂപ്പൽ പിടിച്ചതായിരുന്നു. പരിശോധനയിൽ ഇത് കള്ളനോട്ടല്ല എന്ന് തെളിഞ്ഞു. കൽപ്പണിക്കാരൻ അവരോട് താനൊരു കോൺട്രാക്ട് പണിക്കാരനാണെന്നും ഒരു വീടിന്റെ അടിത്തറയിൽ ജോലി ചെയ്യുമ്പോൾ ഈ പണം അടങ്ങിയൊരു പ്ലാസ്റ്റിക് ബാഗ് തനിക്ക് കിട്ടിയെന്നും പറഞ്ഞു. എന്നാൽ അയാൾ താമസിച്ച ഹോട്ടലിൽ നടത്തിയ പരിശോധനയിൽ $3780 കൂടി പോലീസിന് കിട്ടി. FBI പരിശോധനയിൽ ഈ നോട്ടുകളുടെ സീരിയൽ നമ്പറുകളിൽ നിന്നും അത് ബ്രിങ്സിൽ നിന്നും മോഷണം പോയതാണെന്ന് മനസ്സിലായി. കൽപ്പണിക്കാരനെ വീണ്ടും വിശദമായിട്ട് ചോദ്യം ചെയ്തു. അപ്പോൾ അയാൾ പറഞ്ഞത് മറ്റൊരു കഥയാണ്. തനിക്ക് ഫാറ്റ് ജോൺ എന്ന് പേരുള്ളൊരു കൂട്ടുകാരനുണ്ട്. ഒരു ദിവസം ഫാറ്റ് ജോണിന് അയാൾ താമസിക്കുന്ന വാടക വീടിന്റെ ഭിത്തിയിൽ എന്തോ ചില സംശയം തോന്നി. അത് പൊള്ളയാണോ എന്നൊരു തോന്നൽ. അയാൾ മുറിയുടെ ഭിത്തി പൊളിക്കുവാനായിട്ട് തീരുമാനിച്ചു. അതിനു വേണ്ടിയിട്ട് ഈ കൽപ്പണിക്കാരൻ്റെ സഹായവും തേടി. 2 പേരും ചേർന്ന് ഭിത്തിയുടെ ഒരു പാനൽ പൊളിച്ചപ്പോൾ ഒരു മെറ്റൽ കണ്ടെയ്നർ അതിൻ്റെ ഉള്ളിൽ കണ്ടു. അതിൻ്റെ ഉള്ളിൽ പ്ലാസ്റ്റിക്കിലും പേപ്പറിലും പൊതിഞ്ഞ നിലയിൽ നോട്ട് കെട്ടുകൾ അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഓരോ പാക്കറ്റിലും $5000 വീതം ഉണ്ടായിരുന്നു. എല്ലാം നല്ല നോട്ടുകൾ. അപ്പോൾ ഫാറ്റ് ജോണിന് ഒരു തോന്നലുണ്ടായി, ഒരു പക്ഷേ ഇത് ബ്രിങ്സിൽ നിന്നും മോഷ്ടിച്ച പണമായിരിക്കും. അതുകൊണ്ട് അയാൾ കൽപ്പണിക്കാരനോട് ഇങ്ങനെ പറഞ്ഞു, ബോസ്റ്റണിൽ നമുക്കിത് ചെലവാക്കുവാനായിട്ട് കഴിയില്ല. ഇത് ബ്രിങ്സിൽ നിന്നും മോഷ്ടിച്ചതാകുവാനാണ് സാധ്യത. നീ $30,000 മാറ്റിയെടുക്കുകയാണെങ്കിൽ $5000 നിനക്ക് തരാം. ആ എഗ്രിമെന്റ് കൽപ്പണിക്കാരനും ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് അയാൾ നോട്ടുകൾ മാറുവാനായിട്ട് നിരത്തിൽ ഇറങ്ങിയതും പിന്നെ പിടിക്കപ്പെട്ടതും. വൈകാതെ ഫാറ്റ് ജോണും അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഇവരിൽ നിന്നും മൊത്തം $57,700 കണ്ടുപിടിച്ചു. അതിൽ $51,906 ബ്രിങ്സിൽ നിന്നും കൊള്ള ചെയ്തതാണെന്ന് കണ്ടെത്തി. പക്ഷേ ബാക്കി പണം എവിടെയാണ്? അതും ഒരു മിസ്റ്ററിയാണ്. അവർ ബ്രിങ്സിൽ നിന്നും മോഷ്ടിച്ച ബാക്കി $11,50,000 ഒരിക്കലും FBI കണ്ടെത്തുവാനായിട്ട് കഴിഞ്ഞില്ല. ഇന്നും ആ പണം എവിടെയാണെന്ന ചോദ്യം ബാക്കി നിൽക്കുന്നു. 1956 ജൂലൈ 9-ന് ഗുസിയോറ ജയിലിൽ വെച്ച് തറയിൽ തലയടിച്ചു വീണ് മരണപ്പെട്ടു. ഒക്ടോബർ 5-ന് റോബറിയിൽ പങ്കെടുത്ത എല്ലാവരും കുറ്റക്കാരാണെന്ന് കോടതി വിധിച്ചു. ഒക്ടോബർ 9-ന് പിനോ, കോസ്റ്റ, മാഫി, ഗീഗൻ, ഫ്ലാഹർട്ടി, റിച്ചാർഡ്സൺ, ബേക്കർ എന്നിവർക്ക് ജീവപര്യന്തം തടവും ഗൂഢാലോചനയ്ക്ക് 8 മുതൽ 10 വർഷം വരെ തടവും കൂടുതലായിട്ട് വിധിച്ചു. മഗ്ഗിന്നസിന് നേർക്ക് 8 കുറ്റങ്ങളാണ് ആരോപിച്ചത്. അതിൽ ഓരോന്നിനും ഓരോ ജീവപര്യന്തം തടവ് ശിക്ഷ കിട്ടി. പിൽക്കാലത്ത് ഈ ബാങ്ക് റോബറി അടിസ്ഥാനമാക്കി 4 സിനിമകൾ വരെ ഇറങ്ങി. ഇത്രയുമാണ് ലോകത്തെ നടുക്കിയ ബ്രിങ്സ് റോബറിയുടെ കഥ. നമ്മൾ ഈ കഥയിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇതൊരു പെർഫെക്റ്റ് റോബറി ആയിരുന്നു. കാരണം കുറ്റവാളികളെ ഒന്നും ചെയ്യുവാനായിട്ട് FBI കഴിഞ്ഞില്ല. ഇവരാണ് കള്ളന്മാരെന്ന് അവർക്കറിയാമെങ്കിലും മതിയായിട്ടുള്ള തെളിവുകളില്ലായിരുന്നു. ശക്തമായിട്ടുള്ള അലിബികൾ കള്ളന്മാർക്കുണ്ടായിരുന്നതാനും. കോടതി പോലും തുടക്കത്തിൽ ഇവരെ ഈ കേസിൽ വെറുതെ വിട്ടതാണ്. ഈ കേസ് തെളിയുവാനുള്ള കാരണം കൂട്ടത്തിൽ ഒരാൾ കുറ്റസമ്മതം നടത്തിയതാണ്. ഓക്കീഫ് ഒറ്റയില്ലായിരുന്നുവെങ്കിൽ, തുടക്കം മുതലേ അയാൾ കുറച്ച് ക്ഷമ കാണിച്ചിരുന്നുവെങ്കിൽ ഇന്നും ഇതൊരു അൺസോൾവ്ഡ് കേസായിട്ട് മാറുവാനുള്ള സാധ്യത വളരെ വലുതാണ്. ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ ചിന്തകൾ കമൻറ്റിൽ അറിയിക്കുക. മറ്റൊരു കഥയിൽ വെച്ച് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.